പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള 4ാം സെമസ്റ്ററിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 4023 സബ്ജക്റ്റിൻ്റെ കോഡ് വരുന്നത്. ഈ ഒരു സബ്ജക്റ്റിലെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള മൊഡ്യൂൾ 2 ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഇൻ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 26 അല്ലെങ്കിൽ 23 മാർക്കിന് ആ ഒരു 23 തൊട്ട് 26 മാർക്ക് ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ 2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ 2 നിന്നും ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്ത പോലെ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 26 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 23 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഇത്രയും കണ്ടൻസ് ആയിരിക്കും നമുക്ക് പഠിക്കാണ്ടായിരിക്കാം. അതായത് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ എൻജിൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിനി എൻജിനിലെ പവർ നമ്മുടെ വണ്ടിയുടെ വീലിലേക്ക് എത്തിക്കണം. ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എൻജിനിലെ പവർ നമ്മുടെ ഓട്ടോമൊബൈലിലെ വീലിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആ എൻജിനും വീലിനും ഇടയ്ക്ക് വരുന്ന ഓരോ സിസ്റ്റത്തിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ ക്ലച്ച് സിസ്റ്റം വരുന്നത്, ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ടായിരിക്കും, പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ടായിരിക്കും, പിന്നെ റിയർ വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അവിടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റുകൾ, അതുപോലെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, പിന്നെ ഡിഫറൻഷ്യൽ യൂണിറ്റ്, പിന്നെ ആക്സിൽ, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എൻജിൻ്റെ പവർ വീലിലേക്ക് എത്തിക്കുന്ന സമയത്ത് എൻജിനെയും വീലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റമാണ് കോമൺ ആയിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ക്ലച്ച് വരുന്നുണ്ട്, ഗിയർ ബോക്സ് വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ വരുന്നുണ്ട്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നുണ്ട്, ആക്സിൽ വരുന്നുണ്ട്. ഓക്കെ, അത്രയും ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് പഠിക്കാണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ട്രാൻസ്മിഷൻ സിസ്റ്റം, ഒരു ഓട്ടോമൊബൈലിലെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻജിനിലെ പവർ നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെ വീലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് എൻജിനും വീലിനും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റംസാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പോലെ തന്നെ മാക്സിമം ഒരു 1.5-2 മണിക്കൂറിനകത്ത് നമുക്ക് ഈ ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച പോലെ ഏകദേശം ഒരു 25ഓളം മാർക്ക് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ മിക്കവാറും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്കതെല്ലാം ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്തെടുക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഒന്നും കൂടി ആ ഒരു ടോപ്പിക്കൊന്ന് വായിച്ച് നോക്കി അതിൽ നമുക്ക് വല്ല ഡയഗ്രാംസൊക്കെ വരയ്ക്കാണ്ടെങ്കിൽ നമുക്ക് 1-2 തവണ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ബുദ്ധിമുട്ട് വരിക? നമ്മൾ എക്സാം ടൈമിൽ നമുക്ക് ആ ഒരു ഓർമ്മ പുതുക്കിയെടുക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഓർമ്മ റീകളക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പേപ്പറിലേക്ക് നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് ഇപ്പോൾ ക്ലാസ്സുകൾ കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലെ ആനിമേഷനും ഫിഗറൊക്കെ നമുക്ക് കണ്ടു പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലും നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യണം. എന്ത് വേണം, നമുക്ക് ആ ഒരു കാര്യം നമ്മൾ വീണ്ടും വായിച്ച് നോക്കിയിട്ടും അതുപോലെ നമ്മൾ ആ ഒരു ഫിഗറൊക്കെ നമ്മൾ വരച്ച് നോക്കിയിട്ടും ചെയ്യണം. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എക്സാമിൽ നല്ല സ്കോർ നേടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്ലൈഡിൽ കാണുന്നുണ്ടായിരിക്കും. ഞാൻ പിന്നെ മുന്നേ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് 2 കളറിൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനും ഈ 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. സെയിം ഈ 3 ക്വസ്റ്റ്യൻ ഈ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാർബറേറ്ററാണ് ചോദിച്ചത്. ശരിക്കും ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ആ 2 ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഈ 2 ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. അതേപോലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ കാണുന്നുണ്ടായിരിക്കും. 4 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഈ 4 ക്വസ്റ്റ്യൻസ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് 14 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അതർവൈസ് 5-6 അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 7-8 അറ്റൻഡ് ചെയ്യുക, മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ പോലെ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെ ഉണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ഇത് മനസ്സിലാക്കി വെക്കുക. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയുന്നില്ല, കാരണം വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ടോപ്പിക്ക് പഠിച്ചു വന്നതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആയിരിക്കും നമുക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആവുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്നാലും ജസ്റ്റ് വേണം ഓടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ക്ലച്ച് ചോദിക്കുന്നുണ്ട്, ഗിയർ ബോക്സ് ചോദിക്കുന്നുണ്ട്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ചോദിക്കുന്നുണ്ട്, പിന്നെ റിയർ ആക്സിലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയും വീണ്ടും ക്ലച്ചിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗിയർ ബോക്സിൽ വരുന്ന ഫ്ലൂയിഡ് കപ്ലിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ റിയർ ആക്സിലിൻ്റെ ടൈപ്പ് 3 ടൈപ്പ് വരുന്നുണ്ട്, അതിനെക്കുറിച്ചും ചോദിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് കൂടുതലായിട്ടും പഠിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒരു ക്ലാസ് നമുക്ക് കാണുമ്പോൾ തന്നെ ചെയ്യാം, നമുക്ക് മിക്കവാറും എല്ലാ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറുന്നതാണ്. ഓക്കെ, ഇവിടെയും ക്ലച്ച് ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്മിഷൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ ക്ലച്ചിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷനിലെ ഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും ഈസി ആയിട്ടുള്ള നമ്മുടെ ട്രാൻസ്മിഷനിൽ വരുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കോളേജിലുണ്ടായിരുന്ന മുന്നേ ഉണ്ടായിരുന്ന ഷെരീഫ് സാറുടെ PPTയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഞാൻ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ് താങ്ക്സ് പറയുകയാണ്. നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡെഫിനേഷൻ അവിടെ കാണുന്നുണ്ടായിരിക്കുക. ദ മെക്കാനിസം ദാറ്റ് ട്രാൻസ്മിറ്റ് ദ പവർ ഡെവലപ്ഡ് ബൈ ദ എൻജിൻ ഓഫ് ആൻ ഓട്ടോമൊബൈൽ to the driving wheels is called transmission and the system used for this is known as transmission system. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻജിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടോമൊബൈലിൻ്റെ ഡ്രൈവിംഗ് വീൽസിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലച്ച് ഉണ്ടായിരിക്കും, ഗിയർ ബോക്സ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, ഡിഫറൻഷ്യൽ യൂണിറ്റ് ഉണ്ടായിരിക്കും, ആക്സിൽ ഉണ്ടായിരിക്കും. ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു 2ാമത്തെ പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻ സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ക്ലച്ച്, ഗിയർ ബോക്സ്, പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, പിന്നെ വരുന്ന റിയർ ആക്സിൽ, ഡിഫറൻഷ്യൽ യൂണിറ്റ്, പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഡ്രൈവിംഗ് വീൽസ്. അപ്പോൾ ഇത്രയും വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ട്രാൻസ്മിഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, നമുക്ക് ഗിയർ ബോക്സിനും ക്ലച്ചിനും ഒക്കെ ഓരോരോ ഫംഗ്ഷൻസാണ്, അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും നമ്മുടെ ഡിഫറൻഷ്യലിനൊക്കെ ഓരോരോ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ പോയിൻ്റായിട്ട് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും ഗിയർ ബോക്സിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്പീഡിൽ മാറ്റം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ടോർക്കിൽ മാറ്റം വരുത്താനുള്ള ആ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഭാഗമാണ് നമ്മുടെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ. അതായത് വണ്ടിയുടെ സ്പീഡ് വാരി ചെയ്യാനും അല്ലെങ്കിൽ ടോർക്ക് വാരി ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ഗിയർ ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റും. വാരി ദ എൻജിൻ ടോർക്ക് ആൻഡ് സ്പീഡ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്കറിയാം ക്ലച്ച്, നമുക്ക് മിക്കവാറും ഡ്രൈവിംഗ് അറിയാവുന്ന കാറൊക്കെ ഓടിക്കാൻ അറിയാവുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ അറിയുന്ന ആളുകൾക്ക് ക്ലച്ചിൻ്റെ ഫംഗ്ഷനൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും അല്ലേ. ക്ലച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ എൻജിനെയും ഗിയർ ബോക്സിനെയും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യാനും അവരെ തമ്മിൽ കണക്ട് ചെയ്യിക്കാനും വേണ്ടിയുള്ള ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അല്ലേ. നമ്മൾ ക്ലച്ച് സാധാരണ ചവിട്ടുക അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പോൾ ക്ലച്ച് പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ക്ലച്ച് പ്രസ് ചെയ്യുമ്പോൾ എൻജിനും അതുപോലെ നമ്മുടെ ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്. എന്നാൽ ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ച സ്ഥാനത്ത് നമ്മൾ ക്ലച്ച് കാലെടുക്കുമ്പോൾ എന്തായിരിക്കും, ക്ലച്ച് റിലീസായി, ക്ലച്ച് നമുക്ക് എൻഗേജ് ആയി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാം. എൻഗേജും ഡിസെൻഗേജും പറയുമ്പോൾ ക്ലച്ച് ചവിട്ടുന്നത് അല്ലെങ്കിൽ ക്ലച്ച് പ്രസ് ചെയ്യുന്നതാണ് ഡിസെൻഗേജ്, ക്ലച്ച് ചവിട്ടിയത് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് എൻഗേജ്. ഓക്കെ, ജസ്റ്റ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആ 2 വേർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ നമുക്ക് അറിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞു ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു എൻജിനെയും ഗിയർ ബോക്സിനെയും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സിസ്റ്റമാണ് നമ്മുടെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ എൻജിനും ക്ലച്ചും ഗിയർ ബോക്സും കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ്. അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നീളത്തിലുള്ളൊരു ഷാഫ്റ്റാണ്. മിക്കവാറും നമ്മൾ സാധാരണഗതിയിലൊക്കെ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലോറികളിലൊക്കെയാണ് നമുക്ക് വിസിബിൾ ആവുന്നത്. നമുക്ക് വലിയ ലോറികളിലൊക്കെ എന്തായിരിക്കും, സാധാരണ 6 വീലുള്ള ലോറികളൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പറ്റും ജസ്റ്റ് അതിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു
ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ഷാഫ്റ്റ് ഇങ്ങനെ തിരിയുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജിനിലെ പവർ നമ്മുടെ ആ ഒരു ലോറിയുടെ വീലിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഷാഫ്റ്റാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് മിക്കവാറും കേസിലൊക്കെ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റും നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ പിന്നെ ശേഷം നമ്മുടെ റിയർ വീലിൻ്റെ ആ ഒരു സെൻട്രലായിട്ട് രണ്ട് റിയർ വീലിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ആ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ഫങ്ഷൻസാണ് നമുക്കിവിടെ 1 2 3 4 5 6 7 5 6 പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓരോ പോയിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇതാണ് നമ്മുടെ ആ ഒരു ട്രാൻസ്മിഷൻ്റെ ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തുള്ളത്. അതായത് ഇതിപ്പോൾ ഒരു ലോറീൻ്റെ കേസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലോറീൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിരിക്കും ഇത് ലോറി ആണെങ്കിൽ ലോറീൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമ്മുടെ എൻജിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ വീലുണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശമാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ ടയർ വരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ജസ്റ്റ് ഒരു നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നമ്മുടെ ലോറിയാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ലോറീൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ബോണ്ട് തുറന്ന് നമുക്കവിടെ എൻജിൻ കാണുന്നുണ്ടായിരിക്കും. നമുക്കറിയാം നമ്മുടെ ഓട്ടോമൊബൈലിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് എൻജിൻ. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ആ ഒരു റൊട്ടേഷണൽ മോഷൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ റിയർ വീലിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഈ ഓരോ യൂണിറ്റുകളാണ് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ആദ്യം വരുന്ന എൻജിൻ വന്നു. അതുപോലെ എൻജിന് കഴിഞ്ഞാൽ വരുന്ന ഭാഗം ഇവിടെ ക്ലച്ച് എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ക്ലച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഭാഗമാണ്. ഇത് ശരിക്കും ഗിയർ ബോക്സ് ആണ്. ഓക്കെ, ഇത് ഗിയർ ബോക്സ് ആണ് മൂന്നാമതായിട്ട് വരുന്നത്. അതായത് എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെയും ഇടയ്ക്കായിരിക്കും നമ്മുടെ ക്ലച്ചിൻ്റെ സ്ഥാനം. ഓക്കെ, എൻജിൻ, ഗിയർ ബോക്സ്, ഇവിടെ ക്ലച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് ഫോം വേണം ഓർത്തൊക്കെ. ഇനി മറക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും മറക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ECG നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു ടൈമാണ് ECG അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ECG ഓർത്ത് വെച്ചാൽ മതി അല്ലേ. എൻജിന്, ക്ലച്ച്, ഗിയർ ബോക്സ്. അതായത് എൻജിനെയും ഗിയർ ബോക്സിനെയും തമ്മിൽ കണക്ട് ചെയ്യിക്കാനും ഡിസ്കണക്ട് ചെയ്യിക്കാനുള്ള ആളാണ് നമ്മുടെ ക്ലച്ച്. സോ ക്ലച്ച് എവിടെ ഉണ്ടായിരിക്കണം, ഇവർക്ക് ഇടയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുള്ളൂ, ഇവർ തമ്മിൽ ബന്ധിപ്പിക്കാനും ബന്ധം വിച്ഛേദിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. സോ ക്ലച്ച് എന്തായിരിക്കും, ഇടയ്ക്കായിരിക്കും വരിക. ജസ്റ്റ് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ECG ഓർത്ത് വെക്കുക. ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ECG ഓർത്ത് വെക്കുക. ഞാൻ പ്രത്യേകം പറയാൻ ഉള്ള കാരണം എന്താണ്, ഇപ്പോൾ നേരത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ച സമയത്ത് ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണിച്ച സമയത്ത് അതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ല, ഏതിൻ്റെ ഒരു സ്ഥാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്ലച്ച് എവിടെയാണെന്ന് അങ്ങനെ ഒരു സ്ഥാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ വരുന്ന നമ്മുടെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഈ പച്ച കളറിലാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. നമുക്ക് ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് അതിൻ്റെ ആംഗിൾസും ലെങ്ത്തൊക്കെ മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ നമുക്കതിനൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള രണ്ട് ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നമ്മുടെ യൂണിവേഴ്സൽ ജോയിൻ എന്ന് പറയുന്നത്. രണ്ട് എൻഡിലും ഉണ്ടായിരിക്കും, മേലെ ഉണ്ടായിരിക്കും, അതുപോലെ താഴെ വീലിൻ്റെ അടുത്തായിട്ടും ഉണ്ടായിരിക്കും. ശേഷം നമ്മുടെ വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ നേരെ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ യൂണിറ്റിലേക്കായിരിക്കും. ഡിഫറൻഷ്യൽ യൂണിറ്റാണ് എന്ത് ചെയ്യുക, ഓരോ ഷാഫ്റ്റിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ എൻജിൻ, ഇത് ക്ലച്ച്, ഗിയർ ബോക്സ്. ഇപ്പോൾ EI CI GI എൻജിന്, ക്ലച്ച്, ഗിയർ ബോക്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ജോയിൻ്റ് ഉണ്ടാവും. ഗിയർ ബോക്സ് നമുക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ലെങ്തി ട്യൂബ് അല്ലെങ്കിൽ പൈപ്പാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിലെ പവർ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എൻഡിലായിട്ട് ഒരു ബെവൽ ഗിയർ ഉണ്ടായിരിക്കും. അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷണൽ മോഷൻ നമ്മൾ 90 ഡിഗ്രിയിലേക്ക് പിന്നെ ഈ ഒരു ആക്സിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ആക്സിലേക്ക് 90 ഡിഗ്രി ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ യൂണിറ്റാണ് നമുക്കിതിനകത്ത് കാണുന്നുണ്ടായിരിക്കുക. ഒരു എപ്പിസൈക്ലിക് ഗിയർ യൂണിറ്റാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ഡിഫറൻഷ്യൽ യൂണിറ്റ് നമുക്ക് 2 ഷാഫ്റ്റുകൾ പുറത്തേക്ക് കൊടുക്കും. അത് നമുക്ക് 2 വീലിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചിലപ്പം 7 മാർക്കിന് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫിഗറാണ് നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിച്ചു വെക്കേണ്ടത്. 7 മാർക്കിന് എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ പഠിച്ചു വെക്കുക. അതിലെന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ
എക്സാം പോയിൻ്റ് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ഡയഗ്രാം പഠിച്ച് നോക്കുക. എളുപ്പമുള്ള കാര്യമാണ്. ജസ്റ്റ് ഒരു എഞ്ചിൻ്റെ ഈ ഷേപ്പൊന്നും വേണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾ എഞ്ചിൻ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇങ്ങനെ വരച്ചാലും മതി. ഇങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കിയത് എഞ്ചിനായി. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത റെക്റ്റാങ്കിൾ ക്ലച്ച് വരയ്ക്കുക, ഇത് ക്ലച്ചാക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു എഞ്ചിൻ വരയ്ക്കുക. നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ചെരിച്ച് വരച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഓരോ ഭാഗങ്ങൾ വരയ്ക്കാൻ പറ്റും. ഒരു എഞ്ചിൻ വരയ്ക്കുക, പിന്നെ ഇത് ക്ലച്ച് എന്ന് പറയുക. പിന്നെ അടുത്തത് എന്താണ്, നമ്മുടെ ഗിയർ ബോക്സ് ആയിരിക്കും. അടുത്ത ഗിയർ ബോക്സ് വരയ്ക്കുക. പിന്നെ ഗിയർ ബോക്സ് പിന്നെ ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ് വരും ഇവിടെ ആയിട്ട്, ചെറിയൊരു യൂണിവേഴ്സൽ ജോയിൻറ്റ് വരയ്ക്കുക. ശേഷം പിന്നെ വരുന്നത് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ്. ഇതിൻ്റെ മേലെ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് നീളത്തിൽ വരയ്ക്കുക. ശേഷം വീണ്ടും ഒരു യൂണിവേഴ്സൽ ജോയിൻറ്റ് വരും, ജസ്റ്റ് അതേ വലുപ്പത്തിൽ വരയ്ക്കുക. പിന്നെ വരുന്നത് അവിടുന്ന് നമ്മുടെ ആ ഒരു ഡിഫറൻഷ്യൽ യൂണിറ്റാണ് വരിക. ഇവിടെ അടുത്ത് വരയ്ക്കുക, ഡിഫറൻഷ്യൽ യൂണിറ്റ് വരയ്ക്കുക. ഡിഫറൻഷ്യൽ യൂണിറ്റ് വരയ്ക്കുക. അതിൻ്റെ അകത്ത് ഇതേപോലെ ചെറിയ 2 ഗിയേഴ്സും വരയ്ക്കുക. ശേഷം നമ്മൾ ആക്സിൽ പുറത്തേക്ക് നീട്ടി വരയ്ക്കുക. ഇങ്ങനെ ആക്സിൽ വരയ്ക്കുക. ശേഷം 2 വീലും വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്രാം ഏകദേശം 90% കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഈസി ആയിട്ട് വരയ്ക്കാനുള്ള മെത്തഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിങ്ങനെ പഠിച്ചാൽ വെച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ ഒരു ഫിഗർ കിട്ടിയാൽ നമുക്ക് ആ ഫിഗറിലെ ഓരോ പോയിൻറ്റും നമ്മൾ ആറ്റിക്കുറിക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോമൺ സെൻസിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഫിഗർ വരച്ചൊരാൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പാർട്സും നേരത്തെ പഠിച്ച പോലെ നമ്മൾ ഇത് ആണ് അല്ലേ, ECG ഓർത്ത് വെക്കുക. എൻജിന്, ക്ലച്ച്, ഗിയർ ബോക്സ്, ഇത് യൂണിവേഴ്സൽ ജോയിൻറ്റ്, ഇത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഇതും യൂണിവേഴ്സൽ ജോയിൻറ്റ്, ഇത് ഡിഫറൻഷ്യൽ, ഇത് ആക്സിൽ, ഇത് വീല്. ഓക്കെ, ഈ സിസ്റ്റമാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഓരോ കാര്യങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഞാൻ മുന്നേ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മളൊരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഒരു 7 മാർക്കിന് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല നീറ്റായിട്ട് ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ വരയ്ക്കുക. ശേഷം എന്ത് ചെയ്യുക, ആ ഫിഗറിൽ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്സിനെ കുറിച്ചൊന്ന് പറയാം. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എൻജിൻ, ഫ്ലൈ വീൽ അല്ലെങ്കിൽ ക്ലച്ച്, ഗിയർ ബോക്സ്, യൂണിവേഴ്സൽ ജോയിൻറ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഫൈനൽ ഡ്രൈവ്, പിന്നെ ആക്സിൽ, റിയർ വീൽ, ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് പറയാം. അപ്പോൾ തന്നെ നമുക്കൊരു 2-3 ലൈൻസ് നമുക്ക് എഴുതാൻ പറ്റും. ശേഷം എന്ത് ചെയ്യുക, അടുത്ത പാരഗ്രാഫിൽ വർക്കിങ്ങിനെ കുറിച്ച്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് എഴുതി വെക്കുക. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇനി ഫസ്റ്റ് പറയുന്ന എഞ്ചിൻ, നമുക്ക് എഞ്ചിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഞാൻ വീണ്ടും ഇതിൽ ഓരോ പോയിൻറ്റ്സും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എഞ്ചിൻ എന്താണ്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്. IC എഞ്ചിൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പെട്രോളോ ഡീസൽ എഞ്ചിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, പിന്നെ ഫ്ലൈ വീൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒരു എനർജി സ്റ്റോറേജ് ഡിവൈസ് നമുക്ക് വേണം പറയാൻ പറ്റും. നമ്മുടെ ആ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് ഫ്ലൈ വീലിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു. ക്ലച്ച് എന്ന് പറഞ്ഞാൽ എഞ്ചിനെയും ഗിയർ ബോക്സിനെയും തമ്മിൽ ഡിസ്കണക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും വേണ്ടിയുള്ള ഡിവൈസാണ് ക്ലച്ച്. അതിൽ നമുക്ക് ക്ലച്ചിന് പല ഫംഗ്ഷൻസിൽ നമ്മൾ പഠിച്ച ഫംഗ്ഷൻ തന്നെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്ത് പറയാൻ പറ്റും. നമുക്കറിയാം ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ്, ഇവിടെ പറഞ്ഞ പോലെ എന്താണ് ഗ്രാജുവൽ. നമുക്കറിയാം നമ്മൾ ക്ലച്ച് ചവിട്ടി വെച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വണ്ടി നമ്മൾ ആദ്യം സ്റ്റേഷനറി കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ക്ലച്ച് ചവിട്ടി, ന്യൂട്രലിൽ നിന്നും വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ടു. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ക്ലച്ച് പതുക്കെയാണ് റിലീസ് ചെയ്യാറ്. കാരണം എന്താണ്, ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും, പെട്ടെന്ന് സഡനായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും, വണ്ടി വീണ്ടും എഞ്ചിൻ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഓഫായി പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്രാജുവൽ എൻഗേജ്മെൻ്റ് അല്ല നടക്കുന്നത്. സോ എന്തായിരിക്കും, നമ്മൾ ക്ലച്ച് പതുക്കെയാണ് നമ്മൾ റിലീസ് ചെയ്യാറ്. സോ എന്തിനാണ്, അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ത് പറയാൻ പറ്റും, നമുക്ക് ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ സ്ലോ എൻഗേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എല്ലാ പോയിൻറ്റ്സും വായിച്ച് നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ഒരു പാർട്സിനെ കുറിച്ച്, ഇപ്പോൾ ഗിയർ ബോക്സിനെ കുറിച്ച് മാക്സിമം 1-2 പോയിന്റ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ക്ലച്ചിനെ കുറിച്ച് 1-2 പോയിന്റ് എഴുതുക. അങ്ങനെ ഓരോ പാർട്സിനെ കുറിച്ച് എന്ത് ചെയ്യുക, മാക്സിമം 1-2 പോയിന്റ് എഴുതുക. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ എല്ലാ പോയിൻറ്റ്സും ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് വയ്ക്കാൻ മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മെയിൻ ജോലി എന്താണോ ആ ജോലി മാത്രം എഴുതി വെക്കുക, അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ മാത്രം എഴുതി വെക്കുക. ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത പാർട്സിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന പോലെ ഈ കാണുന്ന എല്ലാ പോയിൻറ്റ്സും എഴുതേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റി കുറിക്കുന്നത് ജസ്റ്റ് എഴുതിയാൽ മതി. നമുക്കിനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അടുത്തായിട്ട് പ്രധാനമായിട്ടും വരുന്ന ഭാഗം ടൈപ്സ് ഓഫ് ക്ലച്ചസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും പഠിച്ച
കണ്ടന്റിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഡയഗ്രാം പഠിച്ചു വെക്കുക. അതിൽ ഓരോ പാർട്സിൻ്റെയും മേജർ ഫങ്ഷൻസ് എന്ത് ചെയ്യുക, ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പ്രതീക്ഷിക്കാവുന്ന അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഉണ്ടായിരിക്കുക. അതായത് ടൈപ്സ് ഓഫ് ക്ലച്ചസ്. പ്രധാനമായിട്ടും ഒരു 5-6 ടൈപ്പ് ക്ലച്ചുകൾ വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് കോൺ ക്ലച്ച്. ഏറ്റവും ഈസി ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമ്മുടെ കോൺ ക്ലച്ചിൽ വരിക. പിന്നെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് വരുന്നുണ്ട്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച് വരുന്നുണ്ട്, പിന്നെ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് വരുന്നുണ്ട്, പിന്നെ ഫ്ലൂയിഡ് കപ്ലിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും ഒന്നിൻ്റെ വർക്കിംഗ് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണുന്ന ഒരു ഫിഗർ ആയിരിക്കും നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വരയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒരു ക്ലച്ചിനെ കുറിച്ച് പഠിക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഒരു ഡയഗ്രാം കാണുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഡയഗ്രാം എന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നൊരു സംശയം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ മറിച്ച് ഇതിൻ്റെ ഒരു ടെക്നിക്ക്, ഇതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ട്രാൻസ്മിഷൻ സിസ്റ്റം വരച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായി തന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതും നമുക്ക് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഏകദേശം ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് വരയ്ക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ ഒരു ഫിഗർ പഠിക്കുന്ന സമയത്ത് നിങ്ങളിതിൽ ഓരോ പോയിൻറ്റും ഓരോ സ്പ്രിങ്ങുകളും അല്ലെങ്കിൽ ഓരോ റൗണ്ട് ഷേപ്പുകളും നമ്മൾ അതേപോലെ വരയ്ക്കണം എന്നില്ല. അതിൻ്റെ ഒരു കോമൺ ഒരു സെൻസിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കോമൺ പ്രിൻസിപ്പിൾ, അതിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും. ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ വർക്കാവാൻ ആവശ്യമായിട്ടുള്ള ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് എപ്പോഴും ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരു ചിത്രം വരേണ്ട കോമ്പറ്റീഷൻ അല്ല നമ്മൾ പോകുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ക്ലച്ചിൻ്റെ ആ ഒരു ആനിമേഷൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം, ആനിമേഷനിൽ നമുക്ക് 3D ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ആനിമേഷൻ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു ആനിമേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ സാധാരണ നമ്മൾ ഇങ്ങനെയായിരിക്കും ക്ലച്ച് അല്ലെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 3D ആനിമേഷൻ വ്യൂ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരിക്കും. ക്ലച്ചിൻ്റെ സ്ഥാനം നോക്കുക, അവിടെ കാണിക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ സ്ഥാനം, ക്ലച്ച് കാണിക്കുന്നുണ്ട്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ക്ലച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം, അല്ലെങ്കിൽ ക്ലച്ച് നമ്മൾ ഡിസ്കൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ഇത് ശരിക്കും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിൻ നമുക്കവിടെ കാണുന്നുണ്ടായിരിക്കാം. അതിൽ നമുക്കിപ്പോൾ ഇവിടെ ഫ്ലൈ വീലാണ് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം. ഓക്കെ, ഫ്ലൈ വീലാണ് കാണുന്നുണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. ഇപ്പോൾ കാണിച്ചില്ല ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിയർ ബോക്സ്. ഈ തിരിയുന്ന ഭാഗമാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഓക്കെ, ഓരോ കാര്യങ്ങളും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതിനകത്താണ് നമ്മുടെ ഗിയർ ബോക്സ് വരുന്നത്, മനസ്സിലായിട്ടുണ്ടായിരിക്കും. പവർ ഡെലിവറി എങ്ങനെ നടക്കുന്നു നോക്കുക. ഓരോ ഗിയറിനും ഗിയർ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഗിയർ ബോക്സിനെ കുറിച്ച് വഴിയെ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് പവർ ഡെലിവർ ആവുന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എഞ്ചിനിലെ പവർ എങ്ങനെയാണ് നമ്മൾ ഗിയർ ബോക്സിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ആളാണ് നമ്മുടെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ. ഈ ക്ലച്ചിൻ്റെ സ്ഥാനം നോക്കുക കേട്ടോ. ഇവിടെ നിന്ന് എഞ്ചിൻ വരുന്നു, ഇപ്പുറം ഗിയർ ബോക്സ് ഉണ്ട്, ഇവിടെ എഞ്ചിൻ, ഇവിടെ ഗിയർ ബോക്സിന് ഇടയ്ക്കാണ് നമ്മുടെ ക്ലച്ച് സി വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെ ഇടയ്ക്ക് വരുന്ന ആളാണ് ക്ലച്ച് എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലച്ചിൻ്റെ ഡിസ്ക്കാണ് കേട്ടോ. നമ്മൾ ഫ്രിക്ഷൻ കൊടുക്കുന്ന ഭാഗമാണ് ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്നത്. ക്ലച്ച് ഡിസ്കിന് തേയ്മാനം വരുമ്പോഴാണ് ആ ക്ലച്ച് പ്രോപ്പറായിട്ട് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ഫോഴ്സിൻ്റെ ഒരു മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. 2 ആരോ മാർക്കായിട്ട് 2 ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്പ്ലൈൻഡ് ഷാഫ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇൻപുട്ട് ട്രാൻസ്മിഷനിലേക്കുള്ള ഇൻപുട്ട് ഷാഫ്റ്റാണ്. അതായത് നമ്മൾ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ നമ്മൾ ഗിയർ ബോക്സിലേക്ക് കൊടുക്കുന്ന ഷാഫ്റ്റാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ആ ഒരു ക്ലച്ചിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കവർ പ്ലേറ്റ് വരുന്നുണ്ട്. ആ കവർ പ്ലേറ്റ് നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ക്ലച്ചിനകത്തുള്ള ഓരോ പാർട്ടുകളും സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഊരിയെടുത്ത് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ആനിമേഷൻ കാണിക്കുന്നുണ്ടായിരിക്കുക. അത് നമ്മൾ 4-5 ബോൾട്ട് ഉപയോഗിച്ച് അതിനെ കണക്ട് ചെയ്തു നമ്മുടെ ഫ്ലൈ വീലിൻ്റെ മേലേക്ക്. ഓക്കെ, അപ്പോൾ പവർ ഡെലിവർ ആവുന്ന നോക്കി, എഞ്ചിനിലെ പവർ നേരെ ഡെലിവർ ആവുന്നുണ്ട് ഗിയർ ബോക്സിലേക്ക്. അത് നമ്മൾ ക്ലച്ച് എന്താണ്, ക്ലച്ച് നമ്മളിപ്പോൾ എൻഗേജ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം എൻഗേജ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടില്ല, ക്ലച്ച് നമ്മൾ കാലിൽ റിലീസ് ചെയ്തു. ഇത് നമ്മുടെ ഡയഫ്രം ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഡയഫ്രം അല്ലെങ്കിൽ സ്പ്രിങ് എന്ന് പറയാം.
നമ്മൾ ആ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കാല് ചവിട്ടിയിട്ട് കാല് റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മുടെ ക്ലച്ച് പ്ലേറ്റിനെ പഴയ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ഒരു ഡയഫ്രം സ്പ്രിങ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പ്രിങ്ങിലാണ് ശരിക്കും ആ ഒരു ഫോഴ്സ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിസെൻഗേജ് ചെയ്യുമ്പം ഈ ഒരു സ്പ്രിങ്ങിലേക്കാണ് ആക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കുക. ആ സ്പ്രിങ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും, ക്ലച്ച് കവറിൻ്റെ അകത്തായിട്ട്. അതായത് നമ്മൾ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലൈ വീലിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ ഫ്ലൈ വീലിനെയും നമ്മൾ ഗിയർ ബോക്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അതിനിടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ലിങ്കായിട്ട് നമ്മുടെ ക്ലച്ച് വരുന്നുണ്ടായിരിക്കുക. ആ ഒരു എന്താ പറയുക, ട്രാൻസ്മിഷൻ സ്മൂത്ത് ആക്കാനായിട്ട്, ഒരു ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമ്മളവിടെ ക്ലച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഫോഴ്സിൻ്റെ മോഷൻ നോക്കുക. അവിടെ ഒരു ലിവർ വന്നിട്ടായിരിക്കും ആ ഒരു സ്പ്രിങ്ങിനെ പ്രസ് ചെയ്യിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അവിടെ ഒരു ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലച്ച് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ആ ഹൈഡ്രോളിക് സിസ്റ്റം ആ ലിവറിനെ പിടിച്ച് നീക്കുമ്പോൾ ആ സ്പ്രിങ്ങിനെ എന്ത് ചെയ്യാണ്, പ്രസ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമുക്ക് ഗിയർ ബോക്സിലേക്ക് വരുന്ന ആ പവർ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആകുമ്പോൾ എന്തായിരിക്കും, ആ ഗിയർ ബോക്സിലേക്കുള്ള ഇൻപുട്ട് പവർ ബ്രേക്ക് ആകുമ്പോൾ ആ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് ഒരു ഈസി ഷിഫ്റ്റിങ് നമുക്ക് ഗിയർ ബോക്സിൽ നടത്താൻ പറ്റും. ഇതിനകത്തൊക്കെ കുറേ സ്പ്രിങ്ങുകൾ വരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, സ്മൂത്ത് ആ ഒരു ട്രാൻസ്മിഷൻ നടത്താനാണ് നമ്മൾ ആ സ്പ്രിങ് കൊടുക്കേണ്ടതായിരിക്കും. നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഗിയർ ബോക്സിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്ലച്ചിൻ്റെ ഡിസ്കിലേക്കുള്ള ആ ഒരു പവർ ട്രാൻസ്മിഷൻ പെട്ടെന്ന് കിട്ടുമ്പോൾ എന്തായിരിക്കും, അവിടെ ജെർക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആ ജെർക്കിനൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ആ സ്പ്രിങ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്പ്രിങ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. പെട്ടെന്ന് ആ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ ഒരു ജെർക്ക് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ സ്പ്രിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവിടെ അപ്പോൾ നമ്മൾ ക്ലച്ചും ബ്രേക്കും പ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു അപ്പ് ഹില്ലിൽ, ഒരു കയറ്റത്തിൽ വെച്ച് നമ്മൾ വണ്ടി എടുക്കുന്ന ഒരു കണ്ടീഷൻ അവിടെ കാണിച്ചുള്ളത്. ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യാണ്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്തു. ഈ സമയത്ത് ശരിക്കും നമ്മുടെ ടയറുകൾ ലോക്കായി നിൽക്കുന്നുണ്ടായിരിക്കും. കാരണം ആ ഒരു പവർ ട്രാൻസ്മിഷൻ ശരിക്കും എന്താണ്, അവിടുന്ന് നമ്മുടെ വീലിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ബ്രേക്ക് ചവിട്ടി വെച്ച കാരണമായിരിക്കും എന്ത് ചെയ്യുക, ഒരു പക്ഷേ വണ്ടി മൂവ് ചെയ്യാത്തത്. പിന്നെ നമ്മൾ പതുക്കെ ബ്രേക്ക് റിലീസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്താൽ എന്തായിരിക്കും, വണ്ടി മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് എന്താണ് ക്ലച്ച് എന്നും അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോക്സിലേക്ക് എങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ക്ലച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ആ ഒരു പ്രസ്സിങ് ആക്ഷൻ കിട്ടുന്ന ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ എൻജിനിലെ പവർ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ, കണ്ട പോലെ തന്നെ ക്ലച്ച് വഴി ഗിയർ ബോക്സിലേക്ക് ഷിഫ്റ്റ് ആവുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ആവുന്ന ശ്രദ്ധിക്കുക. ആനിമേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതാണ്, നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ക്ലച്ച് പ്രസ് ചെയ്യുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും ആ ക്ലച്ച് ഡിസ്കിനകത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു സ്പ്രിങ്ങിനെ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള കണക്ഷനാണ് ശരിക്കും വിച്ഛേദിക്കുന്നത്. ക്ലച്ച് പ്ലേറ്റാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചും മൾട്ടി പ്ലേറ്റ് ക്ലച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് എന്താ മനസ്സിലാക്കണം, ഇടയ്ക്ക് വരുന്നൊരു പ്ലേറ്റാണ് ക്ലച്ച് പ്ലേറ്റ്. ഫ്ലൈ വീലിൻ്റെ മേലേക്കാണ് ക്ലച്ച് പ്ലേറ്റ് ചെന്ന് എന്താ ചെയ്യുക, അത് തമ്മിൽ കോണ്ടാക്റ്റ് വരുന്നുണ്ടായിരിക്കുക. ക്ലച്ച് കവർ പ്ലേറ്റാണ് ബ്ലൂ ആയിട്ട് കാണുന്ന ഭാഗം. അപ്പോൾ
ഇവിടുന്ന് അവർ ആരോമാർ കാണിക്കുന്ന പോലെ അങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ആവുന്നത്. എഞ്ചിനിലെ പവർ ഗിയർ ബോക്സിലേക്ക് ഇപ്പോൾ എത്തി, അപ്പോഴേ ഗിയർ ബോക്സിലേക്ക് പവർ കിട്ടുള്ളൂ, അപ്പോഴേ നമ്മുടെ വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അവരെ തമ്മിൽ ആ നീലയും പച്ചയും തമ്മിൽ കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുള്ള ആളാണ് സെൻറ്ററിൽ നിൽക്കുന്ന ക്ലച്ച് പ്ലേറ്റ് അഥവാ ആ ഡ്രൈവ് ആൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൈ വീലിനെയും എഞ്ചിൻ്റെ പവർ ഫ്ലൈ വീലിലും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ നമ്മുടെ ഇൻപുട്ട് ഗിയർ ബോക്സിലേക്കുള്ള ഇൻപുട്ട് ഷാഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലച്ച് കവർ പ്ലേറ്റിൽ നിന്നായിരിക്കും. ഇതിൻ്റെ മേലെ ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, അതായിരിക്കും ഇൻപുട്ട് ഷാഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇത് ഫ്രിക്ഷൻ ഫേസിംഗ് ആണ്. ഈ ഒരു മെറ്റീരിയൽ ഇവിടെയുള്ള ഭാഗം നല്ല ഫ്രിക്ഷനുള്ള ഭാഗമായിരിക്കും. ഇത് നമ്മുടെ ഫ്ലൈ വീലിൻ്റെ മേലെ ചെന്ന് അട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മേലെ ചെന്ന് തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, തമ്മിൽ ഈ ഫ്ലൈ വീലിനുള്ള പവർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ആവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ക്ലച്ചിനെ കുറിച്ച്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം, അതായത് നമ്മുടെ ഫിഗറിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം വെച്ച് നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഇതിൽ കാണുന്ന ഭാഗം നോക്കുക, ഇതാണ് നമ്മുടെ ഫ്ലൈ വീല്. നമ്മൾ നേരത്തെ ആനിമേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും ഫ്ലൈ വീല്. നമുക്കറിയാം അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അവിടെ ഫ്ലൈ വീല് ശരിക്കും എന്തായിരിക്കും, സർക്കുലർ ഷേപ്പിലാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കണ്ട ഭാഗമായിരിക്കും നമ്മുടെ ക്ലച്ച് പ്ലേറ്റ്. ഇവിടെ നമുക്ക് ക്ലച്ച് പ്ലേറ്റാണ് കാണിച്ചുള്ളത്. നമുക്കറിയാം സെൻറ്ററിലാണ് വരിക. ഇതാണ് നമ്മുടെ ക്ലച്ച് പ്ലേറ്റ്. ഈ ഭാഗം നമ്മുടെ ക്ലച്ച് പ്ലേറ്റ് വരിക. നമ്മുടെ ആ ഒരു ഫ്രിക്ഷൻ കൂടിയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മുടെ ഫ്ലൈ വീലുമായിട്ട് കോൺടാക്റ്റ് വരിക ആ ക്ലച്ച് പ്ലേറ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ആ ഒരു സ്പ്രിങ് വരുന്ന ഭാഗം, നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്ന സ്പ്രിങ് വരുന്ന ഭാഗമാണ്. അതിൻ്റെ പേര് ശരിക്കും പ്രഷർ പ്ലേറ്റ് ആണ്. ഇത് വരുന്ന ഈ ഒരു പ്ലേറ്റ് ശരിക്കും പ്രഷർ പ്ലേറ്റ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ക്ലച്ചിൻ്റെ സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ പിന്നെ ക്ലച്ച് പെഡലും പെഡൽ നമ്മൾ ചവിട്ടുന്ന സമയത്താണ് നമ്മളിവിടെ പവർ ട്രാൻസ്മിഷനും ഡിസ്കണക്റ്റ് ആവുന്നതും കണക്റ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഷാഫ്റ്റ് നമ്മുടെ പെഡലിൻ്റെ ചിത്രം ജസ്റ്റ് വരയ്ക്കേണ്ടതുള്ളൂ. ഓക്കെ, നമ്മളെ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഫിഗർ അപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുള്ള മനസ്സിലാക്കി വെക്കുക, ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒരു ഫ്ലൈ വീല്, ഇപ്പോൾ നമുക്ക് ഫ്ലൈ വീലിലേക്ക് ഇൻപുട്ട് പവർ കൊടുക്കാനായിട്ട് എഞ്ചിനിൽ നിന്ന് വരുന്നൊരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ പിന്നെ ഫ്ലൈ വീലിൻ്റെ അതുപോലെ പ്രഷർ പ്ലേറ്റിൻ്റെയും അല്ലെങ്കിൽ ക്ലച്ച് പ്രഷർ പ്ലേറ്റിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ഫ്രിക്ഷൻ ഉള്ള ആ ഒരു പ്ലേറ്റിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും. ഈ പ്ലേറ്റ് നമ്മുടെ ഫ്ലൈ വീലുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് വരുന്ന നമ്മുടെ അപ്പുറം വരിക പ്രഷർ പ്ലേറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഷേപ്പ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ട പോലെ തന്നെ ഇതുണ്ട്, ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ശേഷം നമ്മുടെ ഗിയർ ബോക്സിലേക്കുള്ള ഷാഫ്റ്റാണ്. ഇതിൻ്റെ മേലെ എന്ത് ചെയ്യുക, ഇതിൻ്റെ മേലെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് ക്ലച്ച് ചവിട്ടാനുള്ള ആ ഒരു പെഡൽ വരയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ് അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു സ്പ്രിങ്ങിൻ്റെ സെറ്റപ്പാണ് ഇപ്പോൾ നമ്മുടെ ഫിഗറിൽ ഇവിടെയും കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ നോട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം നമ്മുടെ ഫിഗറിൻ്റെ രൂപമായി. പക്ഷേ നമ്മളെന്ത് ചെയ്യാം, അതിൽ പാർട്സുകളെല്ലാം മാർക്ക് ചെയ്ത് വെക്കാം, അതിൻ്റെ വർക്കിംഗ് എഴുതാം. ഓക്കെ, മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഇത് നമ്മുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഫ്ലൈ വീലാണ്. അതേപോലെ ഇത് നമ്മുടെ ഗിയർ ബോക്സിലേക്കുള്ള ആ ഒരു ഡിസ്കാണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ടിലേക്കുള്ള ആ ഒരു ഷാഫ്റ്റാണ്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എഞ്ചിനിന്ന് വരുന്ന ഈ പവർ ഈ ഷാഫ്റ്റിനെ തിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം, അത് ഇങ്ങോട്ടേക്ക് ഈ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇതിനിടയ്ക്ക് ആര് നിൽക്കും, ഇതിനിടയ്ക്കായിട്ട് നമ്മുടെ ക്ലച്ച് നിൽക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലച്ച് എന്ത് ചെയ്യണം, ഈ ക്ലച്ച് നമ്മുടെ ഇതിനിടയ്ക്ക് ക്ലച്ച് നിൽക്കും. ഈ ക്ലച്ച് എന്ത് ചെയ്യും, ഈ ക്ലച്ച് ഈ ഫ്ലൈ വീലുമായിട്ട് കോണ്ടാക്റ്റ് വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്നുള്ള പവർ ഗിയർ ബോക്സിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഹാച്ച് ചെയ്യുന്ന ഇയാളുണ്ട് അല്ലേ,
ക്യാച്ച് ചെയ്തിരിക്കുന്ന ഇയാളുണ്ട്. ഇയാളെ മൂവ്മെൻറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോഴും ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴും അയാളാണ് ശരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ ഇതിൻ്റെ മേലേക്ക് കോൺടാക്റ്റ് വരുമ്പോൾ എന്തായിരിക്കും, ഇവിടുന്ന് പവർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വരച്ച പോലെ ഇയാളും തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും, പവർ ട്രാൻസ്മിറ്റ് ആവുകയും ചെയ്യില്ല. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഇയാളാണ് നമ്മൾ ക്ലച്ച് എന്ന് പറയുക. അപ്പോൾ ആ സിസ്റ്റമാണ് നമുക്ക് ഇവിടെ വരച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ആനിമേഷൻ കൊണ്ട് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക, നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ ശരിക്കും ക്ലച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേറ്റ് പിന്നോട്ട് പോവും. ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ് ഈ ഫ്ലൈ വീലുമായിട്ട് കോൺടാക്റ്റ് വരും. ഓക്കെ, എൻഗേജും ഡിസ്എൻഗേജ് ചെയ്യുന്ന ആ ഒരു കേസാണുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമുക്ക് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് പഠിക്കേണ്ടതായിരിക്കും. ഇപ്പോൾ മൾട്ടി പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം വരിക, ഇവിടെ ഇപ്പോൾ ക്ലച്ച് പ്ലേറ്റ് ഒന്നാണ് കാണിച്ചത്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചാണ്, അതായത് സിംഗിൾ പ്ലേറ്റ് ആണ്. മൾട്ടി പ്ലേറ്റ് ആകുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഒരു ക്ലച്ച് പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും, ഒന്നിലധികം പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ക്ലച്ച് പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് വീണ്ടും അതിൻ്റെ കൂടെ തന്നെ ഒന്നിലധികം പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് ഒന്നും കൂടി വലിയ പവറൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു മൾട്ടി പ്ലേറ്റിനെ കൊണ്ട് നമുക്ക് സഹായകമാകുന്നതാണ്. ഓക്കെ, നിങ്ങളിതൊന്ന് ഫംഗ്ഷൻസും അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ്, വർക്കിങ്ങും അതുപോലെ അതിൽ എഴുതേണ്ട പോയിൻറ്റ്സൊക്കെ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഫിഗർ വരയ്ക്കുക, അതിലെ പാർട്സ് കൺസിസ്റ്റ്സ് ഓഫ് ക്ലച്ച് പ്ലേറ്റ്, ഫ്ലൈ വീല്, പിന്നെ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ്, പിന്നെ ബിയറിങ്, പ്രഷർ പ്ലേറ്റ്, അങ്ങനെ എല്ലാ പാർട്സും ഉണ്ടെന്ന് പറയാം. ക്ലച്ച് പെഡൽ, ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് എഴുതുക, അവസാനിപ്പിക്കുക. നമുക്ക് ഈസി ആയിട്ട് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഫിഗറിൽ കാണുന്നതായിരിക്കുക നമ്മുടെ മൾട്ടി പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒന്നിലധികം നമ്പർ ഓഫ് എന്തുണ്ട്, നമുക്ക് ക്ലച്ച് പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പവർ ട്രാൻസ്മിഷൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒറ്റ പ്ലേറ്റ് ഉപയോഗിക്കുന്നതും മൾട്ടി പ്ലേറ്റ്സ് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മൾ ഒരാൾ ഒരു ലോഡ് എടുത്ത് കൊണ്ടുപോകുന്നതും എന്നാലും അതേ ലോഡ് ഒന്നിലധികം പേര് കൊണ്ടുപോകുമ്പോഴുള്ള വ്യത്യാസം, ആ ഒരു വ്യത്യാസമായിരിക്കും നമുക്ക് എവിടെയും സംഭവിക്കാം. ഓക്കെ, അതായത് ഒരു പ്ലേറ്റിന് സഹായിക്കാൻ തൊട്ടടുത്ത പ്ലേറ്റ് ഉണ്ട്, അയാളെ സഹായിക്കാൻ തൊട്ടടുത്ത പ്ലേറ്റ് ഉണ്ട്, അങ്ങനെ പരസ്പരം എന്ത് ചെയ്യും, ഇൻ്റർലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ നമുക്കവിടെ നടത്തിയെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ മൾട്ടി പ്ലേറ്റ് ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ബാക്കിയെല്ലാം സെയിമാണ്, ഫിഗറൊക്കെ നിങ്ങൾ ഏകദേശം സെയിമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതിൽ എക്സ്ട്രാ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഒന്ന് അധികം 2-3 എക്സ്ട്രാ വരച്ചാൽ നമുക്ക് സിംഗിൾ പ്ലേറ്റിൽ നിന്നും മൾട്ടി പ്ലേറ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫംഗ്ഷൻസും അല്ലെങ്കിൽ ഓപ്പറേഷൻസൊക്കെ എല്ലാം സെയിമാണ്, വർക്കിംഗ് എല്ലാം സെയിമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പോയിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾ നേരത്തെ ആ ഒരു 3D ആനിമേഷനിൽ നമ്മൾ ഈ കാണുന്ന പോലത്തെ ഒരു സ്പ്രിങ് പോലത്തെ ഒരു ഡയഫ്രം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇതുപോലെ സ്പ്രിങ് നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് അതിനെ പറയാം ഡയഫ്രം ക്ലച്ച് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഇതിനാണ് നമ്മൾ ശരിക്കും ഡയഫ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡയഫ്രത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ഇവിടെ കാണിച്ചുള്ളത്. നമ്മൾ നേരത്തെ ആനിമേഷൻ കണ്ടപ്പോൾ കണ്ടായിരുന്നു, നമ്മളിവിടെ പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഒരു ആക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ക്ലച്ച് ചവിട്ടുന്ന ആ ഒരു മെക്കാനിസം, ക്ലച്ച് പെടലുണ്ടായിരിക്കും. നമ്മളിവിടെ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഇതിങ്ങനെ ബെൻഡ് ആവാനും അതുപോലെ നിവരാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ, ഇങ്ങനെ ബെൻഡ് ആവുകയും ചെയ്യും, നിവരും ചെയ്യും. അപ്പോൾ നിവരുമ്പോൾ എന്താണ്, നിവരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്തായിരിക്കും, ഇത് നിവരുമ്പോൾ ഈ കാണുന്ന ഓറഞ്ച് കളറിൽ കാണുന്ന ക്ലച്ച് പ്ലേറ്റ് എന്ത് ചെയ്യും, ഓറഞ്ച് കളറിൽ കാണുന്ന ക്ലച്ച് പ്ലേറ്റ് ഈ ഒരു നീല കാണുന്ന ഡയഫ്രം നിവരുമ്പോൾ എന്തായിരിക്കും, ക്ലച്ച് പ്ലേറ്റ് ഈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുക. അതായത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന കേസിൽ ക്ലച്ച് നമ്മൾ ചവിട്ടുമ്പോൾ എന്തായിരിക്കും, ഈ ഡയഫ്രം നിവരുന്ന പോലെ ഉണ്ടായിരിക്കുക, സ്ട്രെയിറ്റ് ആവും. അപ്പോൾ എന്തായിരിക്കും, ഈ ക്ലച്ച് പ്ലേറ്റ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ഓക്കെ, ക്ലച്ച് പ്ലേറ്റ് ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഫ്ലൈ വീലും ക്ലച്ച് പ്ലേറ്റും തമ്മിലുള്ള കണക്ഷൻ വിടുമ്പോൾ എന്തായിരിക്കും, അവിടെ പവർ ഡിസെൻഗേജ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യം അവിടെ സ്റ്റോപ്പായി പോകും. ഓക്കെ, ഇതിനാണ് അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ക്ലച്ചിനെ നമ്മൾ ഡയഫ്രം ക്ലച്ച് എന്ന് പറയാം. ബാക്കി എല്ലാ പാർട്സും സെയിമാണ്. നമ്മൾ ശരിക്കും ആനിമേഷനിൽ കണ്ട ക്ലച്ച് എന്താണ്, അത് ഡയഫ്രം ക്ലച്ച് തന്നെയാണ് ശരിക്കും. അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഡയഫ്രം സ്പ്രിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ബാക്കി എല്ലാം സെയിമാണ്. ഇവിടെ ഫ്ലൈ വീലുണ്ട്, ഇവിടെ ഒരു ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്, സെൻറ്റർ കൊണ്ട് ഷാഫ്റ്റ് പോകേണ്ടത് നമ്മുടെ ട്രാൻസ്മിഷൻ ഷാഫ്റ്റാണ്. ഇവിടെ നമ്മൾ ഡയഫ്രം സ്പ്രിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ക്ലച്ച് പെടൽ ചവിട്ടാനുള്ള സിസ്റ്റമാണ്. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും നമ്മുടെ ക്ലച്ച് പെടൽ. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ അത് നമ്മൾ ചവിട്ടുന്ന സമയത്ത് അത് വരികയും അത് തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ വർക്കിങ്ങിൽ വരുന്ന പോയിൻറ്റ്സ്, വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇതും എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. അതിൻ്റെ ഫിഗറിൽ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട
പാർട്സുകൾ ഇന്നതൊക്കെയാണെന്ന് പറയാൻ വേണ്ടി മനസ്സിലാക്കി വെക്കുക. ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് എഴുതുക. നമുക്ക് നല്ല സ്കോർ നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാം നമുക്ക് അറിയാവുന്ന നമ്മൾ സിംഗിൾ പ്ലേറ്റിൽ പഠിച്ച സെയിം പോയിൻറ്റ്സ് ഒക്കെ തന്നെയായിരിക്കും വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും ഇപ്പോൾ ഒരു ക്ലച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിലും കോമൺ ആയിട്ട് കുറേ പോയിൻറ്റ്സ് വരും. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സായി മാറുന്ന സമയത്ത്. കോമൺ ആയിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിളും എല്ലാം സെയിം ആയിരിക്കും മിക്കവാറും. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ, ചെറിയ വ്യത്യാസം വരുള്ളൂ. അത് മനസ്സിലാക്കി വെക്കുക. ആ പോയിൻറ്റ്സ് മാത്രം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാറി ചോദിക്കുന്നതനുസരിച്ച് ആ പോയിൻറ്റ്സ് മാത്രം മാറ്റി കൊടുക്കുക. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആയിരിക്കും. മൾട്ടിപ്ലേറ്റ് ആയാലും സിംഗിൾ പ്ലേറ്റ് ആയാലും ഡയഫ്രം ക്ലച്ച് ആയാലും. അപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. പിന്നെ വ്യത്യാസം ഉണ്ടായിരിക്കുക, അടുത്ത ടൈപ്പ് വരുന്ന നമ്മുടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഒരു സ്പ്രിങ്ങിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ക്ലച്ചാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരിക്കും ഈ ഫിഗറിൽ കാണുന്ന പോലെ സംഭവമാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിലുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഈ ഒരു ഗിയർലെസ് സ്കൂട്ടറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലച്ചാണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു എൻജിൻ്റെ സ്പീഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ സ്പ്രിങ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രിക്ഷൻ ലൈനിങ് ഉള്ള ഭാഗങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം ഫ്രിക്ഷൻ ലൈനിങ് ഉള്ള ഭാഗങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ഷാഫ്റ്റ് സ്പീഡ് കൂടുന്തോറും, ആ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് കൂടുന്തോറും എന്തായിരിക്കും, ഈ സ്പ്രിങ് ഈ ഡയറക്ഷനിലേക്കും നീളം കൂടാൻ അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, നീളം കൂടാൻ അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും, സ്പീഡ് കൂടുമ്പോൾ ഈ സ്പ്രിങ് 4 ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ഓരോ സ്പ്രിങ് 4 ഡയറക്ഷനിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ ഫ്രിക്ഷൻ ഉള്ള ഭാഗം എന്ത് ചെയ്യും, ഫ്രിക്ഷനുള്ള മെറ്റീരിയൽ നമ്മുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ എന്തായിരിക്കും, ഈ ഫ്രിക്ഷൻ ലൈനിങ്ങും ഈ ഒരു ഗിയറും തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു റിങ്ങും തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ പവർ ട്രാൻസ്മിഷൻ, ഈ ഷാഫ്റ്റിലെ പവർ ട്രാൻസ്മിഷൻ ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ സ്പീഡിൽ എന്തായിരിക്കും, പതുക്കെ തിരിയുമ്പോൾ ഈ സ്പ്രിങ് ഇലോങ്ങേറ്റ് ആവില്ല. ആ സമയത്ത് എന്തായിരിക്കും, ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കുന്ന, നമ്മുടെ വണ്ടിയുടെ ന്യൂട്രലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നമ്മുടെ RPM അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ്, നമ്മുടെ എഞ്ചിൻ്റെ സ്പീഡ് കൂട്ടുമ്പോൾ എന്തായിരിക്കും, ഈ ഷാഫ്റ്റ് സ്പീഡിൽ ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ സ്പ്രിങ് 4 ഭാഗത്തേക്കും 4 ഡയറക്ഷനിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഈ റെഡിൽ കാണിച്ച ഭാഗം എന്ത് ചെയ്യും, റെഡിൽ കാണിച്ച ഭാഗം ഈ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഷാഫ്റ്റിൽ നിന്നുള്ള സെൻറ്ററിലെ ഷാഫ്റ്റിലെ പവർ ഈ പുറത്തേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു മേജറായിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ആനിമേഷൻ കണ്ട ഒന്നും കൂടി ക്ലിയർ ആവുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സംശയത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ശേഷം നിങ്ങൾ ആനിമേഷൻ കണ്ടത് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ നേരത്തെ പഠിച്ചുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ എൻജിന്, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഫൈനൽ ഡ്രൈവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കാണിച്ചു. ശരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് ആനിമേഷൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ യൂസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എല്ലാം നമുക്ക് ഈ ഒരു ആനിമേഷൻ കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ലെഫ്റ്റ് സൈഡിൽ എൻജിൻ്റെ സ്പീഡ് കൂടുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ 3 ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പുറത്തേക്കായിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതിൽ കാണുന്ന പോലെ ആ സ്പ്രിങ്ങിൻ്റെ ഭാഗം അങ്ങോട്ട് ഇലോങ്ങേറ്റ് ചെയ്യാനും നമ്മുടെ ഫ്രിക്ഷൻ ലൈനിങ് അങ്ങോട്ട് കോണ്ടാക്റ്റ് വരാനും അതുമൂലം പവർ ട്രാൻസ്മിഷൻ നടക്കാനുള്ള ചാൻസ് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതുപോലത്തെ സ്കൂട്ടേഴ്സിൽ കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കട്ടറിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ ഡ്രൈവിംഗ് മെമ്പറും ഉണ്ട്, ഡ്രിവൺ മെമ്പറും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിൽ വരുന്ന ഷാഫ്റ്റാണ് ഡ്രൈവിംഗ് മെമ്പർ. അതിൻ്റെ മേലെ ഷാഫ്റ്റിൻ്റെ മേലെ സ്പ്രിങ് വെച്ചിട്ട് ഫ്രിക്ഷൻ ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ ഡ്രൈവിംഗ് മെമ്പർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പവർ നമുക്ക് ഡ്രിവൺ മെമ്പറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് മെമ്പർ, ഇതാണ് ഡ്രിവൺ മെമ്പർ. ഇവിടെ നല്ല പവർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ നോർമൽ ചെറിയ RPMലാണ് നമ്മുടെ എൻജിൻ റൺ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായിരിക്കും, അവിടെ പ്രത്യേകിച്ച് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഷാഫ്റ്റ് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി സ്പീഡ് കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് ഇവിടെ കാണിച്ചുള്ളത്. ഇവിടെ നോക്കുക, ജസ്റ്റ് എല്ലാം തമ്മിൽ കോണ്ടാക്റ്റ് വന്നു. അങ്ങനെ എല്ലാ 4 ഫ്രിക്ഷൻ ലൈനിങ്ങും നമ്മുടെ ഈ ഒരു ഡ്രൈവർ മെമ്പറിലേക്ക് കോണ്ടാക്റ്റ് വരികയും പിന്നെ അവർ തമ്മിൽ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും, അവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ ഇപ്പോൾ കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടു,
ഡ്രിവൺ മെമ്പറിലേക്കുള്ള പവർ എന്താ ചെയ്യുക, ആ ഒരു കണക്ഷൻ വിച്ഛേദിച്ചു. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വീണ്ടും സ്പീഡ് കൂടുമ്പോൾ നമ്മുടെ ഇത് സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്യും, നമ്മുടെ ഫ്രിക്ഷൻ ലൈൻ തമ്മിൽ കോണ്ടാക്റ്റ് വരും, അങ്ങനെ നമ്മുടെ ഡ്രിവൺ മെമ്പർ റൊട്ടേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ആനിമേഷൻ കണ്ടപ്പോൾ ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഫിഗർ ഇപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഫിഗർ തന്നെ പഠിച്ചാൽ മതി. ഈ സൈഡ് വ്യൂ അതുപോലെ ഫ്രണ്ട് വ്യൂ ഒന്ന് വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് ആനിമേഷൻ കണ്ടപ്പോൾ അത്യാവശ്യം ഇനി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യമൊക്കെ. ഇനി നിങ്ങൾ ജസ്റ്റ് എന്ത് ഇതിൽ ഓരോ പോയിൻറ്റ്സ് വായിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതിലെ പാർട്സിനെ കുറിച്ച് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ശേഷം അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുക. ഈസി ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. നമ്മൾ സ്കൂട്ടേഴ്സിലൊക്കെ ഗിയർലെസ് സ്കൂട്ടേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലച്ച് ഈ ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ പാർട്സുകളും ഫിഗറും വരയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി ശ്രദ്ധിക്കുക. അത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫ്ലൂയിഡ് കപ്ലിംഗ് ആണ്. ശ്രദ്ധിക്കുക, ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു ക്ലച്ചാണ് ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിവിടെ ഒരു മെക്കാനിക്കൽ മെമ്പേഴ്സ് നമ്മളിവിടെ പരസ്പരം പവർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടെ ഒരു ഫ്ലൂയിഡാണ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു ഗ്യാസസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാസ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഫ്ലൂയിഡായിരിക്കും നമ്മളിവിടെ പവർ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമ്മളിതിൻ്റെ ഒരു ആനിമേഷൻ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തമ്മിൽ സംഭവിക്കുന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യം ഒരു നമ്മുടെ പെഡസ്റ്റൽ ഫാന് ടേബിൾ ഫാൻ വെച്ചിട്ട് ഒരു ഫാനിലേക്ക് മാത്രം നമ്മൾ പവർ കൊടുക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ മറ്റൊരു ഫാൻ പവർ കൊടുക്കാണ്ട് വെക്കുന്നു. അപ്പോൾ ഒരു ഫാനിലെ ആ എയറിൻ്റെ മോഷൻ, ഫ്ലൂയിഡിൻ്റെ മോഷൻ അല്ലെങ്കിൽ നമ്മുടെ കാറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അവർ തമ്മിൽ ആ പവർ ട്രാൻസ്മിഷൻ നടക്കണം. അതാണ് ശരിക്കും നമ്മൾ ഫ്ലൂയിഡ് കപ്ലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരിക്കും നമ്മൾ ഒരു ഫാനിലേക്ക് മാത്രം നമ്മൾ പവർ കൊടുക്കുന്നുള്ളൂ, പക്ഷേ നമുക്ക് രണ്ട് ഫാൻ അവിടെ പ്രവർത്തിക്കുന്ന ഒരു കണ്ടീഷനിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് അവിടെ തമ്മിൽ പരസ്പരം ഇൻ്റർലിങ്ക് ആയിട്ട് നമ്മൾ ഒരു മെക്കാനിക്കൽ മെമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യില്ല, പക്ഷേ എന്താണ് അവിടെ ഫ്ലൂയിഡുകൾ തമ്മിലാണ് കോണ്ടാക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഫ്ലൂയിഡ് കപ്ലിംഗ് എന്ന് പറയുന്നുണ്ടായിരിക്കാം. അതേപോലെ നമ്മളൊരു ഡ്രൈവിംഗ് മെമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ഡ്രിവൺ മെമ്പറും ഉണ്ടായിരിക്കും. ആ ഡ്രൈവിംഗ് മെമ്പറിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലൂയിഡിൻ്റെ മോഷനായിരിക്കും ഡ്രിവൺ മെമ്പറിനെ തമ്മിൽ എന്ത് ചെയ്യുന്നത്, പരസ്പരം കോണ്ടാക്റ്റ് വരുത്തി അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു മെക്കാനിസമാണ് നമ്മൾ ഫ്ലൂയിഡ് കപ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ ഡ്രൈവിംഗ് മെമ്പർ എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്തൊരു ഷെല്ല് പോലത്തെ ഒരു രൂപം ഉണ്ടായിരിക്കും, ഒരു ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെ ആയിരിക്കും ഇവിടെ ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ആ ഒരു ആനിമേഷനിൽ കണ്ടുള്ള ആ ഒരു ഫിഗറിൻ്റെ 3D ആനിമേഷൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇൻപുട്ട് ഷാഫ്റ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പവർ കൊടുക്കുന്ന ഭാഗം. അതിൽ നമ്മൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഇൻപുട്ട് ഷാഫ്റ്റ് വഴി എവിടെയും കൊടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മളിതിനെ ഈ രണ്ട് സെക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷനും ഉണ്ട്, ഈ ഒരു സെക്ഷനും ഉണ്ട്. നമ്മളിതിനെ ടർബൈൻ വീൽ എന്നാണ് വിളിക്കുക, റൈറ്റ് സൈഡിലെ സെക്ഷന്. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് നമ്മൾ പവർ എടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ ഇവിടെ നോക്കാം, ഫ്ലൂയിഡ് ഫ്ലോ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് പച്ച കളറിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഫ്ലൂയിഡ് തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യുമ്പോഴാണ് എന്ത് ഇവിടെ നിന്നും പവർ ഇവിടേക്ക് നമ്മൾ ഷിഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വരയ്ക്കേണ്ട ഫിഗർ ഈ ഒരു ഫിഗറാണ് നമ്മൾ വരച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഫിഗറാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടി, നിങ്ങൾ ആ ആനിമേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വരയ്ക്കാനുള്ള ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടുന്ന് ഇൻപുട്ട് ഷാഫ്റ്റ്
അല്ലേ. ഇവിടെ നിന്ന് ഇൻപുട്ട് ഷാഫ്റ്റ് വരയ്ക്കുക, അങ്ങോട്ട് ഔട്ട്പുട്ട് ഷാഫ്റ്റ് വരയ്ക്കുക, ഇതിനിടയ്ക്കൊരു ലൈൻ വരയ്ക്കുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഫസ്റ്റ് വരുന്ന റൊട്ടേറ്റിംഗ് മെമ്പറായിട്ടുള്ള ഭാഗം വരയ്ക്കുക. പിന്നെ ടർബൈൻ വീലിൻ്റെ അല്ലെങ്കിൽ ഡ്രിവൺ മെമ്പറും വരയ്ക്കുക. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അകത്ത് നമ്മൾ ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഒന്ന് കാണിക്കുക. മേളിൽ താഴെയായിട്ട് ചുറ്റും ഒരു കേസിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൊടുത്തുള്ളത് കേസിങ്. ഇത് ഇൻപുട്ട് ഷാഫ്റ്റ്, ഇത് ഔട്ട്പുട്ട് ഷാഫ്റ്റാണ്. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ ഫ്ലൂയിഡ് കപ്ലിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്ത് ചെയ്യാം, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ച് നോക്കുക. നമ്മൾ പറഞ്ഞ നേരത്തെ ആനിമേഷൻ കണ്ടുകൊണ്ട് പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രാൻസ്മിഷനിൽ നമ്മൾ ഇപ്പോൾ ക്ലച്ചിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ട്രാൻസ്മിഷൻ എന്താണെന്ന് പഠിച്ചു. നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മോഡലിൽ എഞ്ചിൻ പഠിച്ചിട്ടുണ്ട്. എഞ്ചിനെ നമുക്കറിയാം, ക്ലച്ച് അറിയാം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ വരുന്നത് ഗിയർ ബോക്സ് ആണ്. ഓക്കെ, എഞ്ചിൻ കഴിഞ്ഞു, ക്ലച്ച് കഴിഞ്ഞു, പിന്നെ വരുന്ന പ്രധാനപ്പെട്ട എക്സാം പോയിൻ്റ് ഓഫ് വ്യൂക്കുള്ള ഭാഗം ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ക്ലച്ച് പഠിച്ച പോലെ തന്നെ കുറേ ടൈപ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പുകളാണ് സ്ലൈഡിംഗ് മെഷും, കോൺസ്റ്റൻ്റ് മെഷും, സിങ്ക്രോ മെഷും. ഓക്കെ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു കാരണവശാലും ഈ 3 സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ജസ്റ്റ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പിസൈക്ലിക് ആയാലും ഓട്ടോമാറ്റിക് ആയാലും ടോർക്ക് കൺവെർട്ടർ നിങ്ങൾ നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടാകില്ല. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഈ 3 എന്ത് ചെയ്യുക, എന്തായാലും മനസ്സിലാക്കി വെക്കണം. ആ 3 മനസ്സിലാക്കണം. എന്ത് ചെയ്താൽ മതി, ആകെ 1 പഠിച്ചാൽ തന്നെ നമുക്ക് 3 മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് നമ്മുടെ ഗിയർ ബോക്സിനകത്ത് നടക്കുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷനൊക്കെ പറഞ്ഞാണ്. നമുക്കറിയാം ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ടോർക്കിൽ ഡിഫറൻറ്റ് സ്പീഡിൽ നമുക്ക് ഓട്ടോമൊബൈൽസിനെ റൺ ചെയ്യിക്കാനും, അതുപോലെ നമുക്ക് വണ്ടിക്ക് ഒരു റിവേഴ്സ് മോഷൻ കൊടുക്കാനും, വണ്ടിയെ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനെ നമുക്ക് ന്യൂട്രൽ പൊസിഷനിൽ കൊടുക്കാനൊക്കെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചിലപ്പോൾ 3 മാർക്കിനോ 1 മാർക്കിനൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്താണ് ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എവിടെയാണ് ഗിയർ ബോക്സിൻ്റെ സ്ഥാനം, ഏതൊക്കെയാണ് ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻസ് വരുന്നത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഒരു ടൈപ്സ് ഓഫ് ഗിയർ ബോക്സ് നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് നോക്കേണ്ടത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, പിന്നെ വരുന്നത് കോൺസ്റ്റൻ്റ് മെഷ് ഗിയർ ബോക്സ്, പിന്നെ വരുന്നത് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളൊരു ഗിയർ ബോക്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ആണ്. നമുക്കിതിൽ പ്രധാനമായിട്ടും നേരത്തെ നമ്മളതിൻ്റെ ട്രാൻസ്മിഷൻ പറഞ്ഞ സമയത്ത് നമുക്കറിയാം ECG നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ECG അല്ലേ, എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് ഗിയർ ബോക്സിലേക്ക് എത്തിക്കണം. പിന്നെ ഇടയ്ക്കുള്ള ആൾ നമ്മുടെ ക്ലച്ചാണ്. ഓക്കെ, അപ്പോൾ ക്ലച്ചിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ് ഇവിടെ നമുക്ക് ശരിക്കും ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ഇവിടെ ഒരു ഇൻപുട്ട് ഷാഫ്റ്റ് കാണുന്നുണ്ട്. ഈ ഷാഫ്റ്റ് ശരിക്കും എന്താണ്, ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റിലേക്കായിരിക്കും പവർ വരുന്നുണ്ടായിരിക്കുക. ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത്, പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഷാഫ്റ്റിലേക്കുള്ള പവറാണ് നമ്മൾ വിച്ഛേദിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഷാഫ്റ്റ്. പവർ ഗിയർ ബോക്സിലേക്ക് ഇൻടേക്ക് വരുന്ന ഷാഫ്റ്റാണ്, അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് വരുന്ന ഷാഫ്റ്റാണ് ഇൻപുട്ട് ഷാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ക്ലച്ച് ഗിയർ ഇവിടെ വരച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കാണുന്ന പോലെ ക്ലച്ച് ഗിയർ വരച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഗിയർ 1 എന്ന് വേണം പേര് അവിടെ കൊടുത്തുകൊണ്ട് ഗിയർ 1 ആണ്. ഓക്കെ, ഇനി അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ഷാഫ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ പേരാണ് കൗണ്ടർ ഷാഫ്റ്റ്. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും കൗണ്ടർ ഷാഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് ഷാഫ്റ്റും ഉണ്ട്, ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ മേലെ ഒരു ക്ലച്ച് ഗിയറും ഉണ്ട്, ഇവിടെ കൗണ്ടർ ഷാഫ്റ്റും ഉണ്ട്. ഇനി അതേപോലെ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ മേലെ നമ്പർ ഓഫ് ഗിയേഴ്സ് ഉണ്ട്. ഇതൊരു ഗിയറാണ്, ഇത് മറ്റൊരു ഗിയർ, ഇത് മറ്റൊരു ഗിയർ. ഇവിടെ 2 ഗിയർ വരുന്നുണ്ട്, നമ്പർ ഇട്ടുണ്ട് 7 ഉണ്ട് 8 ഉണ്ട്, അവിടെ 2 ഗിയർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇൻപുട്ട് ഷാഫ്റ്റ്, ഒന്ന് ക്ലച്ച് ഷാഫ്റ്റ്, അത് മനസ്സിലാക്കി വെക്കുക. ശേഷം ഇവിടെ നോക്കട്ടെ, ഇവിടെ പവറിൻ്റെ ഒരു ഫ്ലോ നോക്കുക. അതായത് എൻജിനിൽ നിന്ന് വരുന്ന പവർ ക്ലച്ച് വഴി ഇൻപുട്ട് ഷാഫ്റ്റിലെത്തി. ഇനി എന്ത് ചെയ്യും, ഇൻപുട്ട് ഷാഫ്റ്റിലെ പവർ നേരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, കൗണ്ടർ ഷാഫ്റ്റിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. തമ്മിലുള്ള ആ ഒരു ബന്ധം നോക്കുക. ഇവിടെ നിന്ന് വരുന്ന പവർ നേരെ ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്തുള്ളത്. ഇനി അതേപോലെ ഇവിടെ മറ്റൊരു ഷാഫ്റ്റ് ഉണ്ട് അല്ലേ, അതിൻ്റെ പേരാണ് ഇവിടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീലിലേക്ക് പവർ ഡെലിവർ ചെയ്യുന്ന ഷാഫ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഈ ഷാഫ്റ്റിലായിരിക്കും എന്ത് ചെയ്യാം, ഈ ഷാഫ്റ്റിലായിരിക്കും നമുക്ക് നമ്മുടെ വീലിലേക്കുള്ള പവർ കിട്ടുന്നുണ്ടായിരിക്കുക. അതായത് ഈ ഷാഫ്റ്റ് എത്ര സ്പീഡിൽ തിരിയുന്നോ ആ സ്പീഡായിരിക്കും നമുക്ക് നമ്മുടെ വണ്ടിയുടെ വീലിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ എത്ര RPM തിരിയുന്നു ആ RPM ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ വീലിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ,
അപ്പോൾ ശരിക്കും ഈ ഷാഫ്റ്റ് എന്താണ്, ഈ ഞാൻ ഇപ്പോൾ ഇവിടെ ആരോ മാർക്കിട്ട് കാണിക്കുന്ന ഷാഫ്റ്റ് എന്താണ്, ഔട്ട്പുട്ട് ഷാഫ്റ്റാണ് അല്ലേ. അതായത് നമ്മുടെ വീല് അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും, ഈ ഷാഫ്റ്റിലേക്കാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെ നേരത്തെ ഒരു ഗ്രീൻ മാർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പവർ, എഞ്ചിനിലെ പവർ ക്ലച്ച് ഷാഫ്റ്റ് വഴി നമ്മുടെ കൗണ്ടർ ഷാഫ്റ്റിലേക്ക് എത്തി. അതിൻ്റെ അർത്ഥം ഈ ഷാഫ്റ്റ് തിരിയുമ്പോൾ, എല്ലാം റൈസ് ചെയ്യാം, ഈ ഷാഫ്റ്റ് തിരിയുന്ന സമയത്ത് ഈ ഷാഫ്റ്റും തിരിയുന്നുണ്ടായിരിക്കും. അതായത് ഫുൾ ടൈം നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും, നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റും തിരിയുന്നുണ്ടായിരിക്കും, ഈ കൗണ്ടർ ഷാഫ്റ്റും തിരിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് ഷാഫ്റ്റിന് എത്ര സ്പീഡിൽ തിരിക്കണം, അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട് ഷാഫ്റ്റിന് എത്ര ടോർക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഗിയർ ബോക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഈ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ മേലെ കുറേ നമ്പർ ഓഫ് ഗിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗിയറാണ്, ഇതൊരു ഗിയറാണ് അല്ലേ, 2 ഗിയർ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഗിയർ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻറ്റ് സ്പീഡിലേക്ക് അല്ലെങ്കിൽ ഡിഫറൻറ്റ് ടോർക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ പവർ, ഇപ്പോഴത്തെ കേസിൽ പവർ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ, പവർ ഇതാ ഈ ഷാഫ്റ്റ് ഇത്രയും റണ്ണിങ് ആണല്ലേ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഷാഫ്റ്റും തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഷാഫ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ ആണെന്ന് തോന്നുന്നു, മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇനി ഈ ഷാഫ്റ്റിലെ പവർ എന്ത് ചെയ്യുക, ഈ ഷാഫ്റ്റിലേക്ക് നമുക്ക് കൊടുക്കണം. അതിനെന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷാഫ്റ്റ് ഇങ്ങോട്ട് നീക്കുക, അല്ലെങ്കിൽ ഈ കാണുന്ന ഷാഫ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് നീക്കുക. നമുക്ക് എന്ത് ചെയ്യും, പരസ്പരം ഓരോ ഗിയറിൻ്റെ മേലെ തമ്മിൽ കോൺടാക്റ്റ് വരുമ്പോൾ എന്തായിരിക്കും, അവിടെ നമുക്ക് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഷാഫ്റ്റ് നീക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടിക്കകത്ത് ഗിയർ ലിവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗിയർ ലിവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ നിന്നായിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കുക. നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ ആ ഒരു കാണുന്ന ഗിയർ ഷിഫ്റ്റ് ഫോർക്കിൻ്റെ മേലെ നിന്നായിരിക്കും നമ്മുടെ കണക്ഷൻ ഉണ്ടായിരിക്കുക. നമ്മൾ ഗിയർ പിടിച്ച് നീക്കുമ്പോൾ എന്തായിരിക്കും, ഈ ഫോർക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഗിയറിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റും ഈ ഗിയറിന് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പവർ ഏത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന ഏത് വഴിക്കാന്നുള്ള മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി വീണ്ടും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അത്രയും ഭാഗം കേട്ട് നോക്കുക. ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ആനിമേഷൻ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇവിടെ നോക്കി, ഞാൻ പറഞ്ഞു ഇവിടെ 2 ഗിയർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അവിടെ 8, നമുക്കിവിടെ 7 മാർക്ക്, ഇതിൻ്റെ 8 മാർക്കുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വണ്ടിക്ക് റിവേഴ്സ് മോഷൻ കൊടുക്കാനുള്ള ഗിയറാണ് അത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഷാഫ്റ്റ് നമ്മുടെ ഈ ക്ലച്ച് ഷാഫ്റ്റ് ഈ ഡയറക്ഷനിൽ തിരിയുന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റ് ഏത് ഡയറക്ഷനിലാണ് തിരിയുക, നേരോ അല്ലേ. നമ്മൾ ഈ ഗിയർ തമ്മിൽ പരസ്പരം കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഡയറക്ഷനിൽ തിരിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഡയറക്ഷനിലാണ് തിരിയുക അല്ലേ. അതേപോലെ ഇവിടെയും സംഭവിക്കും, ഈ ഡയറക്ഷനിൽ തിരിയുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിരിയുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഓപ്പോസിറ്റ് തിരിയുമ്പോൾ ഇതും തമ്മിൽ കോൺടാക്റ്റ് എന്തായിരിക്കും, വീണ്ടും ഇത് ഓപ്പോസിറ്റ് തിരിയുന്നുണ്ടായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് തിരിയുന്നുണ്ടായിരിക്കും. അതായത് ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ അല്ലേ, ക്ലച്ച് ഷാഫ്റ്റും ഔട്ട്പുട്ട് ഷാഫ്റ്റും തമ്മിൽ ഒരേ ഡയറക്ഷനിൽ തിരിയും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് വണ്ടി റിവേഴ്സ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയെ റിവേഴ്സ് ഗിയറിലേക്ക് അല്ലെങ്കിൽ റിവേഴ്സ് മോഷൻ കൊടുക്കണം. എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡയറക്ഷൻ തിരിഞ്ഞാൽ എന്ത് ചെയ്യണം, നേരെ തിരിച്ച് തിരിയേണ്ടി വരും, ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങോട്ട് തിരിഞ്ഞാൽ നേരെ തിരിച്ച് ഈ ഡയറക്ഷനിലേക്ക് തിരിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇടയ്ക്കായിട്ട് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ഗിയർ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത് ഈ ഡയറക്ഷനിൽ തിരിയുന്നു, ഇത് ഈ ഡയറക്ഷനിൽ തിരിയുന്നു, ഈ ഷാഫ്റ്റും അല്ലേ ഒറ്റ ഷാഫ്റ്റാണ്, ഇതൊക്കെ ഈ ഡയറക്ഷനിലാണ് തിരിയുന്നത്. ഈ 7 എന്ന് പറഞ്ഞ ഗിയറും ഈ പറഞ്ഞ പോലെ ഈ ഡയറക്ഷനിലാണ് തിരിയുന്നത്. ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ ഈ അഞ്ചാമത്തെ ഗിയർ നമ്മൾ എന്ത് ചെയ്യാണ്, 5ാമത്തെ ഗിയർ നമ്മൾ 8ാമത്തെ ഗിയറുമായിട്ട് തമ്മിൽ കോൺടാക്റ്റ് വരുത്തി. ഓക്കെ, അപ്പോൾ സംഭവിക്കുക എന്തായിരിക്കും, അപ്പോൾ സംഭവിക്കുന്നത് 7 എന്ന് പറഞ്ഞ ഗിയർ ഇവിടെ കാണിച്ച പോലെ ഇല്ലേ ഈ ഡയറക്ഷൻ തന്നെയാണ് 7ാമത്തെ ഗിയർ തിരിയുന്നത്. 8 എന്തായാലും തിരിയുക, 8 നേരെ ഓപ്പോസിറ്റ് തിരിയും. നമ്മുടെ ഈ 5 പറയുന്ന ഗിയർ അല്ലെങ്കിൽ ഈ 5 എന്ന് പറയുന്ന ഗിയർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിലേക്ക് തിരിയും. ഓക്കെ, ഇവിടെ നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയറക്ഷനൊന്ന് നോക്കുക, ഈ ഡയറക്ഷനൊന്ന് നോക്കുക. അപ്പോൾ എന്തായി മാറി, ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ടാക്കി റിവേഴ്സാക്കി മാറ്റി. അതാണ് നമ്മുടെ റിവേഴ്സ് ഗിയറിൻ്റെ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഇത്രയും പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. ഇനിയും മനസ്സിലാക്കാത്തവർ നമുക്ക് ഈ ആനിമേഷൻ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓർക്കേണ്ട കാര്യം, ഈ ഔട്ട്പുട്ട് ഷാഫ്റ്റിന് മേലുള്ള ഈ ഗിയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്ലൈഡിങ് മോഷൻ കൊടുക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഈ ഗിയറിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡിങ് മോഷൻ കൊടുക്കുന്നുണ്ടായിരിക്കുക. അതനുസരിച്ചാണ് നമ്മുടെ സ്പീഡ് വാരി ചെയ്യുക.
ഓക്കെ, ഇനി സ്പീഡ് വാരി ചെയ്യുന്നതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് എങ്ങനെ സ്പീഡ് വാരി ചെയ്യുന്നത്? ഇതൊരു ചെറിയ ഡയമീറ്ററുള്ള ഒരു ഗിയറാണ് വിചാരിക്കുക. ഇത് വലിയ ഡയമീറ്ററുള്ള ഗിയറാണ്. ഓക്കെ, അങ്ങനെ നമ്പർ കൊടുക്കുക. ഇത് 1 ഇത് 2 അല്ലേ? ഒന്ന് ആലോചിച്ചാൽ മതിയാവും. ഈ ഫസ്റ്റ് ഈ 1 എന്ന് പറഞ്ഞ ഗിയർ ഒരു തവണ തിരിയുമ്പോൾ ഈ 2 എന്ന് പറഞ്ഞ ഗിയർ ഒരു തവണ തിരിയാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇല്ലേ? ചിലപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ ഗിയർ ചിലപ്പോൾ ഒരു 3 തവണ തിരിയുമ്പോഴേക്കായിരിക്കും 2 എന്ന് പറഞ്ഞ ഗിയർ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഒരു തവണ തിരിയുന്നുണ്ടായിരിക്കുക. അതിൻ്റെ അർത്ഥം ഇത് സ്പീഡ് തിരിഞ്ഞാൽ എന്തായിരിക്കും, ഇത് പതുക്കെ തിരിയുന്നുണ്ടായിരിക്കും അല്ലേ? അതിൻ്റെ അർത്ഥം ഇത് പതുക്കെ തിരിയാണെങ്കിൽ ഇത് ഒരുപാട് സ്പീഡ് തിരിയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഈ ഗിയറിൻ്റെ വലിപ്പവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഗിയറും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്, നമ്മൾ പവർ ഇങ്ങനെ മേലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് കൊടുക്കുകയാണ്. സോ എന്തായിരിക്കും, ഇത് പതുക്കെ തിരിയും അല്ലേ? ചെറുത് സ്പീഡ് തിരിയാണെങ്കിൽ വലുത് എന്തായിരിക്കുള്ളൂ, പതുക്കെ തിരിയുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു ലോജിക്കാണ് നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനം പഠിക്കുമ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് നമുക്ക് ആനിമേഷൻ കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിക്കോളും. നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ലൈഡിംഗ് മെഷ് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എന്തെങ്കിലും സ്ലൈഡിംഗ് മെഷിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് മെഷ് എന്ന് ഒറ്റയടിക്ക് നമുക്ക് 1 മിനിറ്റിനെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സിങ്ക്രോ മെഷ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ആനിമേഷൻ കാണാം. ഓക്കെ, നമ്മുടെ ആനിമേഷൻ ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ എൻജിനിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ് ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലച്ചിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ്. പിന്നെ ലാഷ് ഷാഫ്റ്റ് ഇവിടെ കൊടുത്തതാണ് നമ്മൾ നേരത്തെ കണ്ട ഫിഗറിലെ കൗണ്ടർ ഷാഫ്റ്റാണ്. അപ്പോൾ എൻജിൻ ന്യൂട്രൽ കണ്ടീഷനിൽ നിൽക്കുന്ന കേസാണ് ഇവിടെ കാണിച്ചുള്ളത്. ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കാൻ നോക്കുക, ഗിയർ നീങ്ങുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഗിയറും തമ്മിൽ കോണ്ടാക്റ്റ് വന്നു. പവർ ഡെലിവറി ചെയ്യുന്ന നോക്കുക. അപ്പോൾ സ്പീഡ് ഏകദേശം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ചെറിയ ഗിയറിൽ നിന്നും വലിയ ഗിയറിലേക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സ്പീഡേ ഈ വലിയ ഗിയറിനുണ്ടായിരിക്കുള്ളൂ. ഇനി സെക്കൻഡ് ഗിയർ സംഭവിക്കാൻ നോക്കുക, അവിടെ ഷിഫ്റ്റ് ആവുന്നത് എങ്ങോട്ടാണ് അല്ലേ? ആ ഒരു മിഡിൽ സൈസുള്ള ഗിയറും അപ്പുറത്തെ മെയിൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഷാഫ്റ്റിലെ മിഡിൽ സൈസുള്ള തമ്മിലുള്ള ഗിയർ തമ്മിൽ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ അവിടെ ആരോ മാർക്ക് പോകുന്ന നോക്കുക. പവർ ഡെലിവറി നടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് സംഭവിക്കുന്നത്. സ്ലൈഡിങ് മെഷ്, സ്ലൈഡ് ചെയ്യുക, മെഷ് ചെയ്യിക്കുക, ഗിയേഴ്സിനെ തമ്മിൽ സ്ലൈഡ് ചെയ്യുക. ഇനി തേർഡ് ഗിയർ ആകുമ്പോൾ സംഭവിക്കുന്ന നോക്കുക, ഇവരെ ഷിഫ്റ്റ് ചെയ്തിട്ട് അയാളെ പിടിച്ച് 3ാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ആക്കും അല്ലേ? പവർ ഡെലിവറി എന്ന് നോക്കുക, ഇങ്ങനെ പോയി. അപ്പോൾ ഇവിടെ കൗണ്ടർ ഷാഫ്റ്റിനേക്കാളും ചെറിയ ഗിയറിലേക്കാണ് ഔട്ട്പുട്ട് ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, അവിടെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക അല്ലേ? ഒരു വലിയ ഗിയറിൽ നിന്ന് ചെറിയ ഗിയറിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. നമുക്കറിയുന്നതാണ്. ഫസ്റ്റ് ഗിയറിന് ടോപ്പ് ഗിയറിലേക്ക് എത്തുന്നതോറും എന്താണ് സ്പീഡ് കൂടി വരികയാണ് ചെയ്യുക. ഇപ്പോൾ 4th ഗിയറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ ഒന്ന് പോകുന്ന ഡയറക്റ്റ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക അല്ലേ? അത് ആ അവസാനത്തെ 2 നമ്മുടെ എൻജിൻ ഷാഫ്റ്റിൽ നിന്ന് വരുന്ന ഗിയറും നമ്മുടെ മെയിൻ ഷാഫ്റ്റിലെ ഗിയറും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ ഡയറക്റ്റ് സ്പീഡ്, എൻജിൻ എത്ര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതേ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വണ്ടിയുടെ വീലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇനി റിവേഴ്സ് ഗിയർ നോക്കുക. അപ്പുറത്തുള്ള ഈ പച്ചയാണ് നമ്മൾ റിവേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നോക്കുക, ഫ്ലോ ചെയ്യുന്ന നോക്കുക, ഇങ്ങനെ പോയി ഇടയ്ക്ക് ഒരാൾ വരുമ്പോൾ എന്തായിരിക്കും, അപ്പുറത്തെ ആളെ പിടിച്ച് റിവേഴ്സ് ആക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ടൊരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഗിയർ ബോക്സ് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതേപോലെ ഫിഗർ വരയ്ക്കുക. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫിഗർ വരയ്ക്കുക, ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ആ ആനിമേഷനിൽ ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ പേര് ലാഷ് ഷാഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റൊരു പേരാണ് ലാഷ് ഷാഫ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ നമുക്ക് വേണമെങ്കിൽ അതിനെ മെയിൻ ഷാഫ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ മെയിൻ ഷാഫ്റ്റ് എന്ന് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ആനിമേഷനിൽ. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്യുക. അതിൽ ഇത്രയും നമ്മൾ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലൈനിൽ വർക്കിംഗ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇറ്റ് കൺസിഡ്സ് ഓഫ് ഇന്ന പാർട്സുകൾ, ഇത്ര ഷാഫ്റ്റുകളുണ്ട്, ഇതിൻ്റെ മേലെ ഇത്ര ഗിയേഴ്സ് ഉണ്ടെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ
വർക്കിംഗ് എഴുതുമ്പോൾ എന്താ ചെയ്യുക, ഓരോ ഗിയറിനെ കുറിച്ച് എഴുതുക. അപ്പോൾ ഫസ്റ്റ് ഗിയർ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക, സെക്കൻഡ് ഗിയർ എങ്ങനെയാണ്, തേർഡ് ഗിയർ എങ്ങനെയാണ്, റിവേഴ്സ് ഗിയർ എങ്ങനെയാണ്, അങ്ങനെ 4 ഗിയറെങ്കിലും മിനിമം എന്ത് ചെയ്യും നമ്മൾ അതിൽ ഓരോ ഫംഗ്ഷൻ പോയിൻ്റ്. കാരണം നിങ്ങൾ പോയിൻ്റ് ശ്രദ്ധിക്കുന്ന കാര്യം എന്ത് ചെയ്യുക, ഇതേപോലെ നമ്പർ ഇട്ട് പഠിക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്പർ പഠിക്കേണ്ട, നിങ്ങളൊരു ഓർഡർ എന്ത് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ കൊടുത്തുള്ളത് 1 2 3 4 5 6 7 8. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യുക, അപ്പോൾ ഓർമ്മ വരുന്ന രീതിയിൽ നിങ്ങൾ നമ്പർ കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ നടക്കുമ്പോൾ എങ്ങനെയാണ് ഗിയറിൻ്റെ ഏതൊക്കെ ഗിയർ തമ്മിലാണ് കോൺടാക്റ്റ് വരുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഗിയർ ആകുമ്പോൾ എന്താ വരിക, 4 5 വരിക അല്ലേ. ഈ 4 5 ഇയാളെ പിടിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കും, അതാണ് ഫസ്റ്റ് ഗിയർ വരിക. സെക്കൻഡ് ഗിയർ വരുമ്പോൾ ഈ 6നെ പിടിച്ച് എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ 6 3 വരിക. തേർഡ് ഗിയർ എങ്ങനെ വരിക, ഈ 6 1 തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് വരുത്തുമ്പോൾ തേർഡ് ഗിയർ വരിക. റിവേഴ്സ് ഗിയർ എങ്ങനെ വരിക, ഈ 5 എന്ത് ചെയ്യുക, 5 8ൻ്റെ മേലേക്ക് കൊടുക്കുമ്പോൾ ആയിരിക്കും റിവേഴ്സ് ഗിയർ. അപ്പോൾ നിങ്ങൾ നമ്പർ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്പർ എന്ത് ചെയ്യുക, ആ സ്പോട്ടിൽ നിങ്ങൾ ലൈവായിട്ട് ഒരു നമ്പർ ഇടുക. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് ഗിയർ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, സെക്കൻഡ് എങ്ങനെ സംഭവിക്കുന്നു ഓർത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റും അവസാനത്തെ ഗിയർ തമ്മിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമുക്കറിയാം വണ്ടി ഓടിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഏറ്റവും സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ സ്പീഡ് കുറവാകുന്ന കേസ് എന്താണ്, ചെറിയ ഗിയറിൽ നിന്ന് ഈ കാണുന്ന വലിയ ഗിയറിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം തിരിയുമ്പോൾ ഇത് ചിലപ്പോൾ 2 3 പ്രാവശ്യം തിരിയുന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഗിയർ സ്പീഡ് തിരിയുമ്പോൾ ഈ ഗിയർ പതുക്കെ തിരിയുള്ളൂ. ടോപ്പ് ഗിയർ ആകുമ്പോൾ എന്തായിരിക്കും 1 2 3 4 എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, അവസാനത്തെ ഗിയർ ആകുമ്പോൾ ഈ ഗിയർ എത്ര സ്പീഡിലാണോ തിരിക്കുന്നത് അതേ സ്പീഡ് നമുക്ക് ഇവിടെ കിട്ടണം. അതായത് ഇയാളെ പിടിച്ചങ്ങോട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുത്തുക. റിവേഴ്സ് ആകുമ്പോൾ നമുക്കറിയാം അതിന് ഇടയ്ക്ക് ഒരാളും കൂടി എക്സ്ട്രാ വരും. അവർ തമ്മിൽ കോൺടാക്റ്റ് വരുമ്പോൾ ഒന്നിങ്ങനെ ആകുമ്പോൾ ഒന്ന് ഈ ഡയറക്ഷനിലേക്ക് പോകും, ഇത് ഈ ഡയറക്ഷനിലേക്ക് പോകും. അതാണ് നമ്മുടെ റിവേഴ്സ് ഗിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എഴുതേണ്ടതുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ ഓരോ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ്. ഓരോ കേസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതൊരു 4 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വരുന്നത് നമുക്ക് അടുത്ത് കോൺസ്റ്റൻ്റ് മെഷും ഉണ്ട്, സിങ്ക്രോ മെഷും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ്, കോൺസ്റ്റൻ്റ് മെഷാകുമ്പം എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ മെയിൻ ഷാഫ്റ്റിലെ ഗിയറും കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ലേ ഷാഫ്റ്റിലെ ഗിയറും തമ്മിൽ എല്ലാ ഗിയറും തമ്മിൽ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ ഗിയേഴ്സും തമ്മിൽ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ഗിയർ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഇതിനിടയ്ക്ക് ഒരാൾ വരുന്നുണ്ട്, ക്ലച്ച് സ്ലൈഡിങ് ഡോഗ് ക്ലച്ച്, അല്ലെങ്കിൽ നമുക്ക് ഡോഗ് ക്ലച്ച് എന്ന് വിളിക്കാം. ഇടയ്ക്ക് നോക്കുക, അവിടെ 2 ഡോഗ് ക്ലച്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഗിയർ സെലക്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതായത് ഈ കാണുന്ന ഡോഗ് ക്ലച്ചിനെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇതിൻ്റെ മേലേക്ക് അറ്റാച്ച് ആവും. ഓക്കെ, അപ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ, ഈ ഒരു ഷാഫ്റ്റ് എന്താണ്, ഇതൊരു സ്പ്ലൈൻഡ് ഷാഫ്റ്റാണ്. സ്പ്ലൈൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ആ ഷാഫ്റ്റിൻ്റെ മേലെ മൊത്തം ടീത്തുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ ഈ ഡോഗ് ക്ലച്ച് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സ്പ്ലൈൻഡ് ഡോഗ് ക്ലച്ചാണ്. അതായത് ഞാൻ പറഞ്ഞു, ഈ ഗിയറും അല്ലെ മേലുള്ള മെയിൻ ഷാഫ്റ്റിലെ ഗിയറും കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ലേ ഷാഫ്റ്റിലെ ഗിയറും തമ്മിൽ എപ്പോഴും കോൺടാക്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഈ കാണുന്ന എല്ലാ ഗിയറും റൊട്ടേറ്റ് ചെയ്യും, ഈ കാണുന്ന എല്ലാ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ഈ ഗിയറൊക്കെ റൊട്ടേറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. പിന്നെ എപ്പോഴാണ് മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ, നമ്മുടെ ആവശ്യം എന്താണ്, ഈ പവർ ഇങ്ങനെ പോയി നമുക്ക് മെയിൻ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം അല്ലേ. മെയിൻ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പവർ പുറത്തേക്ക് കൊടുക്കുന്നത് അല്ലേ, നമ്മുടെ വീലിലേക്ക് കൊടുക്കുന്നത്. സോ നമുക്ക് ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് നമ്മുടെ സ്പ്ലൈൻഡ് ഷാഫ്റ്റാണ്. സ്പ്ലൈൻഡ് ഷാഫ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ മേലൊക്കെ ടീത്തുകളുണ്ടായിരിക്കും, ഇങ്ങനെ നീളത്തിലുള്ള ടീത്തുകളായിരിക്കും. അതേപോലെ ഈ ഡോഗ് ക്ലച്ച് എന്താണ്, അതും സ്പ്ലൈൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായിരിക്കും, ക്ലച്ചിൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണെങ്കിൽ, സ്പ്ലൈൻഡ് ഡോഗ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് ടീത്ത് ഉണ്ടായിരിക്കും, ഇങ്ങനെ അകത്തേക്ക് കട്ട് ചെയ്തിരിക്കുന്ന ടീത്താണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോഗ് ക്ലച്ചിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ. അതേപോലെ നമ്മുടെ സ്പ്ലൈൻഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഷേപ്പാണ്, ഇതിനകത്ത് കാണുന്ന ഷേപ്പാണ് സ്പ്ലൈൻഡ് ഷാഫ്റ്റിനും ഉണ്ടായിരിക്കുക. ഈ കാണുന്ന ഈ ഒരു ഷേപ്പാണ് സ്പ്ലൈൻഡ് ഷാഫ്റ്റിന് ഉണ്ടായിരിക്കുക. ഷാഫ്റ്റിൻ്റെ പുറത്ത് ഇതേപോലെ മേൽഭാഗം ഉണ്ടായിരിക്കും, മേലുള്ള ഭാഗത്ത് എന്ത് ചെയ്യും, ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ടീത്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ഡോഗ് ക്ലച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഡോഗ് ക്ലച്ചും ഷാഫ്റ്റും തമ്മിൽ എന്താണ്, പരസ്പരം ലോക്ക്ഡ് ആണ് അല്ലേ. എന്നാൽ നമ്മുടെ ഈ ഒരു ഗിയറൊക്കെ എന്താണ്, ഗിയറെല്ലാം ഫ്രീ ആയിട്ട് അതിൻ്റെ മേലെ കിടന്ന് ബിയറിങ്ങിൻ്റെ മേലെ കിടന്ന് തിരികെ ആയിരിക്കും ഉണ്ടായിരിക്കുക.
ഇനി എന്ത് സംഭവിക്കും? നമ്മൾ ഡോ ക്ലച്ച് ഇതിൻ്റെ മേലേക്ക് തമ്മിൽ കോൺടാക്റ്റ് വരുത്തുമ്പോൾ എന്തായിരിക്കും? ഡോ ക്ലച്ച് ഈ ഗിയറിന് ഈ ഡോ ക്ലച്ച് ഞാൻ ആരോ മാർക്ക് കാണിച്ച പോലെ ഇങ്ങനെ തമ്മിൽ കോൺടാക്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കുക? ഈ ഗിയർ എന്ത് ചെയ്യും? ഇത് തമ്മിൽ ഓൾറെഡി തമ്മിൽ കോൺടാക്റ്റ് ഉണ്ട്, ഒരു സ്പീഡിലായിരിക്കും തിരിയുന്നുണ്ടായിരിക്കുക. ആ സ്പീഡ് അങ്ങോട്ട് കിട്ടും, നമ്മുടെ മെയിൻ ഷാഫ്റ്റിലേക്ക് കിട്ടും. ഇനി അഥവാ അങ്ങനെയല്ല, ഈ ഡോ ക്ലച്ച് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഈ ഗിയറും തമ്മിലാണ് കോൺടാക്റ്റ് വരുന്നത്. അപ്പോൾ അവിടെ റിവേഴ്സ് ഗിയർ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഇനി അതേപോലെ ഈ ഡോ ക്ലച്ച് നമ്മൾ ഇങ്ങോട്ട് കോൺടാക്റ്റ് വരുത്തുമ്പോൾ എന്തായിരിക്കും? ഇത് നമ്മുടെ ഫസ്റ്റ് ഗിയർ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും. വലിയ ഗിയറാണ്, വലിയ ഗിയറും ഈ ചെറിയ ഗിയറും തമ്മിൽ കോൺടാക്റ്റ് വരുമ്പോൾ ഇത് ഫസ്റ്റ് ഗിയർ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം, ഇത് സെക്കൻഡ് ഗിയർ ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഈ ഡോ ക്ലച്ച് ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് എന്ത് സംഭവിക്കുക? ഈ ഷാഫ്റ്റ് എത്ര സ്പീഡിലാണോ തിരിയുന്നത് അതേ സ്പീഡ് നമ്മുടെ സ്പ്ലൈൻ്റെ ഷാഫ്റ്റിലേക്ക് കിട്ടും, അത് നമ്മുടെ ടോപ്പ് ഗിയർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കോൺസ്റ്റൻ്റ് മെഷ് ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈസി ആയിട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ആനിമേഷൻ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഈ ആനിമേഷൻ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇവിടെ ജസ്റ്റ് എൻജിനിലെ പവർ ഡെലിവർ ആവുമെന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. നമുക്കറിയാത്തത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ ഗിയർ ബോക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഗിയർ ബോക്സിൻ്റെ മെക്കാനിസം പഠിക്കുക. നമ്മുടെ ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടുന്ന് ക്ലച്ചിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചുള്ള ക്ലച്ച് ഗിയറും ക്ലച്ച് ഷാഫ്റ്റാണ്. നമ്മൾ നേരത്തെ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ ഷാഫ്റ്റാണ് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ഫിഗറിൽ വരയ്ക്കുന്ന ഷാഫ്റ്റ്. ഇതും ഈ ഗിയറും ആണ്. ഗിയർ ബോക്സിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഷാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ആനിമേഷനിൽ കാണുന്ന ഈ സംഭവമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഡോഗ് ക്ലച്ചുകൾ. അതിന് നമ്മൾ ലിവർ വെച്ച് ഗിയർ വെച്ച് എന്ത് ചെയ്യും? നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡോ ക്ലച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതനുസരിച്ചായിരിക്കും ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആനിമേഷൻ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ ഗിയറും മെയിൻ ഷാഫ്റ്റിലെ എല്ലാ ഗിയറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ലേ ഷാഫ്റ്റിലെ എല്ലാ ഗിയറും തമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ യെല്ലോ കളറിലുള്ള മെയിൻ ഷാഫ്റ്റ് നോക്കുക, അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോ ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇവിടെ ജസ്റ്റ് ആരോ മാർക്ക് കാണിക്കുന്ന ജസ്റ്റ് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനാണ്. ഇവിടെ നോക്കിയത് നമ്മുടെ മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ കളർ അല്ല മഞ്ഞ കളറിൽ കാണുന്ന നമ്മുടെ റിവേഴ്സ് ഗിയറിൻ്റെ മെക്കാനിസമാണ്. ഇടയ്ക്ക് ഒരു ഐഡിൽ ഗിയർ കൊടുക്കും. ഇതാണ് നമ്മുടെ ഡോ ക്ലച്ച്. അത് തമ്മിൽ പരസ്പരം ആ സ്പ്ലൈൻ്റെ ഷാഫ്റ്റിൻ്റെ മേലെ കൂടെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ഗിയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് അവിടെ പവർ ഡെലിവറി നടക്കുന്നുണ്ടായിരിക്കുക. ഇനി ഫസ്റ്റ് ഗിയർ സംഭവിക്കാൻ നോക്കുക. ഗിയർ ലിവർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഫസ്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നോക്കുക. ഈ എൻഡിൽ കാണുന്ന ഫസ്റ്റ് ഗിയർ വരിക. ഇത് നമ്മുടെ ടോപ്പ് ഗിയറാണ് ഇപ്പോൾ ശരിക്കും ആനിമേഷനിൽ കാണുന്നത്. ഫുൾ സ്പീഡിൽ തിരിയുന്നതായിരിക്കും. നമ്മുടെ ആനിമേഷനിൽ ഇപ്പോൾ കാണുന്നത് ശരിക്കും ഫസ്റ്റ് ഗിയറാണ് കേട്ടോ. ഏറ്റവും ചെറിയ ഗിയറിൽ നിന്ന് ഏറ്റവും വലിയ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. നമ്മൾ കണ്ട ഫിഗറിൽ നേരെ ഗിയറിൻ്റെ അറേഞ്ച്മെൻറ്റ് നേരെ തിരിച്ചായിരുന്നു. ഇവിടെ ചെറിയ ഗിയറും ഏറ്റവും എൻഡിലായിരുന്നു വലിയ ഗിയർ. ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് മാറിപ്പോയി. ആനിമേഷൻ പ്രകാരം എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് ഗിയറാണ് സംഭവിക്കുന്നത് അല്ലേ? ആ പച്ച കളറിൽ പോകുന്ന ഡയറക്ഷൻ നോക്കുക. അപ്പോൾ ആ ഷാഫ്റ്റ് ഗോൾഡൻ കളറിലുള്ള നമ്മുടെ മെയിൻ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആവുന്നുള്ളൂ. സെക്കൻഡ് ഗിയറൊക്കെ ആകുമ്പോൾ പവർ ട്രാൻസ്മിഷൻ നോക്കുക, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഡോ ക്ലച്ച് അതുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോഴാണ് ഷാഫ്റ്റ് ലോക്ക് ആവുന്നത്, ഷാഫ്റ്റും ഗിയറുകളും തമ്മിൽ ലോക്ക് ആവുന്നത്. തേർഡ് ഗിയർ ആകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എവിടേക്കായിരിക്കും ഷിഫ്റ്റ് ആവുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. ഡോ ക്ലച്ച് അങ്ങോട്ട് ഷിഫ്റ്റായി പവർ ഡെലിവർ ആവുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഫോർത്ത് ഗിയറായി. ഇനി ഫോർത്ത് ഗിയറിൽ അടുത്ത് ഡോ ക്ലച്ച് അങ്ങോട്ട് ഷിഫ്റ്റായി പവർ അങ്ങോട്ട് ഡെലിവർ ആവുന്നുണ്ടായിരിക്കും. സ്പീഡ് വാരി ചെയ്യും, കാരണം ഗിയറിൻ്റെ അളവുകൾ അല്ലെങ്കിൽ വലിപ്പം അല്ലെങ്കിൽ ഡയമീറ്റർ കുറഞ്ഞ് സൈസ് കുറഞ്ഞ് വരുമ്പോൾ സ്പീഡ് മാറ്റം വരും, സ്പീഡ് കൂടി വരും. ഇനി ഫിഫ്ത്ത് ഗിയർ കാണുന്നുണ്ട്. 5 ഗിയറുള്ള ഗിയർ ബോക്സാണ്. ഫിഫ്ത്ത് ഗിയർ പവർ ഡെലിവറി കാണുന്നുണ്ടായിരിക്കും. മാക്സിമം സ്പീഡിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും.
ഇനി വരുന്നത് നമുക്ക് റിവേഴ്സ് ഗിയറാണ് കാണിക്കാനുള്ളത്. റിവേഴ്സ് ഗിയർ ആകുമ്പോൾ ഡോഗ് ക്ലച്ച് കോൺടാക്റ്റ് നോക്കുക, ഇപ്പോൾ സംഭവിക്കുന്ന ഡയറക്ഷൻ മാറുന്നു നോക്കുക. ഇതാണ് നമ്മുടെ റിവേഴ്സ് ഗിയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു സ്ലൈഡിംഗ് മെഷ് ഗിയർ കോൺസ്റ്റൻ്റ് മെഷ് ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന നിങ്ങളുടെ ഡിഫറൻഷ്യൽ യൂണിറ്റും പ്രൊപ്പല്ലർ ഷാഫ്റ്റും ഒക്കെയാണ്. നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കോൺസ്റ്റൻ്റ് മെഷ് ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് അങ്ങനെ തന്നെ എഴുതുക. നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റിൽ നിങ്ങൾ എഴുതി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഫിഗർ ഒന്ന് വരച്ചാൽ മതി. ഓരോ ഗിയറിൻ്റെ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ഫിഗർ മാത്രം വരയ്ക്കുക. ലാസ്റ്റ് നമുക്ക് വരുന്നതാണ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പഠിച്ച ഡോഗ് ക്ലച്ച് ഉണ്ട്, അതിന് പകരം ഇവിടെ സിങ്ക്രൊണൈസർ യൂണിറ്റ്, ഈ കാണുന്ന സിങ്ക്രൊണൈസർ യൂണിറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പരസ്പരം ഗിയറിനെ തമ്മിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സിങ്ക്രൊണൈസർ യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ വർക്കിങ്ങും സെയിം ആണ്. സെയിം ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ആനിമേഷൻ കണ്ട ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി നമുക്ക് ആ ഒരു ഗിയർ ബോക്സിൻ്റെ ഏരിയ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു സിങ്ക്രോമെഷ് ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇൻപുട്ട് ഷാഫ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ തന്നെ സെയിം ഇൻപുട്ട് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു സിങ്ക്രൊണൈസർ യൂണിറ്റ് ഇവിടെ കാണുന്ന പോലെ ഈ ഒരു സിങ്ക്രൊണൈസർ യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഡോഗ് ക്ലച്ചിന് പകരം. ഇവിടെ നോക്കുക, സിങ്ക്രൊണൈസർ യൂണിറ്റ് ഷിഫ്റ്റ് ആവുന്ന നോക്കുക. ആ ഒരു ഷേപ്പിലുള്ള യൂണിറ്റാണ് നമ്മൾ സിങ്ക്രൊണൈസർ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തേർഡ് ഗിയറിലേക്കും ഫസ്റ്റ് ഗിയറിലേക്കും സെക്കൻഡ് ഗിയറിലേക്കും ഷിഫ്റ്റ് ആവുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക. അടുത്ത് ഫോർത്ത് ഗിയർ സിങ്ക്രൊണൈസർ യൂണിറ്റ് തമ്മിൽ കോൺടാക്റ്റ് വരുന്ന നോക്കുക. അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫിഗറെല്ലാം ഏകദേശം സെയിം രൂപത്തിൽ തന്നെ ആയിരിക്കും. സിങ്ക്രൊണൈസർ യൂണിറ്റിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ സെൻറ്ററിൽ വരുന്ന ആ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മാത്രം നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഡോഗ് ക്ലച്ചിന് പകരം യൂസ് ചെയ്യുന്ന സിങ്ക്രൊണൈസർ യൂണിറ്റാണ്, അത് മാത്രം മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാം ഏകദേശം സെയിം തന്നെയാണ് വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റിൻ്റെ ഫിഗർ ഒന്ന് ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ഡോഗ് ക്ലച്ച് എങ്ങനെയാണ് തൊട്ടുപണിത്തെ ഗിയർ ബോക്സിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് പഠിച്ചല്ലോ, അതേപോലെ തന്നെ ആ ഡോഗ് ക്ലച്ച് ഷിഫ്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ സിങ്ക്രൊണൈസർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഗിയർ സെലക്ഷൻ ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കും. ബാക്കിയെല്ലാം സെയിം ആണ്. ക്ലച്ചിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ്, പിന്നെ ലേ ഷാഫ്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റ്, ഇത് മെയിൻ ഷാഫ്റ്റ്. ഇവിടെ നമ്മൾ ഇങ്ങനെ പവർ ഡെലിവറി ചെയ്യണം. ഇപ്പോൾ സിങ്ക്രൊണൈസർ യൂണിറ്റ് ഏതുമായിട്ടാണോ കോൺടാക്റ്റ് വരുന്നത്, എങ്ങനെയാണോ ലോക്കാക്കി വെക്കുന്നത്, അതനുസരിച്ചായിരിക്കും ആ ഒരു ഗിയർ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്നതാണ് എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്. അപ്പോൾ അത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സാധാരണ ചോദിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ആനിമേഷൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അല്ല നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ശരിക്കും സാധാരണ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാത്തൊരു ഭാഗമാണ് നമ്മുടെ എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് ഒക്കെ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആനിമേഷൻ കിട്ടും, കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈസി ആയിട്ടുള്ള സംഭവമാണ്, പക്ഷേ ഒരിക്കലും അത് നമ്മൾ ആ ഒരു ആനിമേഷൻ കണ്ടു ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. പക്ഷേ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ നമുക്ക് സ്കിപ്പാക്കാൻ പറ്റിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് അത്യാവശ്യം മാർക്ക് നേടാനുള്ള ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ ടോർക്ക് കൺവേർട്ടർ എന്ന് വരുന്ന ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. നമുക്ക് ഗിയർ ബോക്സിൽ വരുന്ന ടൈപ്പാണ് ടോർക്ക് കൺവേർട്ടർ. നമ്മൾ മുന്നേ ഫ്ലൂയിഡ് കപ്ലിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലൂയിഡ് കപ്ലിങ്ങിൻ്റെ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ശരിക്കും നമുക്കിവിടെ ഒരു ടോർക്ക് കൺവേർട്ടറിലും വരുന്നത്. നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഗിയർ ബോക്സ് പോലത്തെ ഡിവൈസ് തന്നെയാണ്, ഗിയർ ബോക്സ് തന്നെയാണ് നമ്മൾ ടോർക്ക് കൺവേർട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി ഫ്ലൂയിഡ് കപ്ലിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫിഗറും ഓർത്ത് വെക്കാനും പഠിച്ചു വെക്കാനും അതിൻ്റെ വർക്കിംഗ് എഴുതാനും പറ്റും. ഇതിൽ എക്സ്ട്രാ വരുന്ന ആളെന്ന് പറയുന്നത് സെൻറ്ററിൽ കാണുന്ന ഈ ഒരു സ്റ്റേറ്റർ എന്ന് പറയുന്നൊരു പോർഷൻ എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ കണ്ട നമ്മൾ രണ്ട് ഫാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആനിമേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഇടയ്ക്ക് ഒരു സ്റ്റേറ്റർ, അതിനൊരു ഇൻ്റർലിങ്ക് ചെയ്യുന്നൊരു സ്റ്റേറ്റർ വരുന്നുണ്ട് ഇടയ്ക്ക് അവരെ തമ്മിൽ സ്പ്ലിറ്റപ്പ് ചെയ്യാനായിട്ട്. ആ ഒരു ഭാഗമായിരിക്കും നമുക്ക് ടോർക്ക് കൺവേർട്ടറിൽ എക്സ്ട്രാ വരുന്നുണ്ടായിരിക്കുക. ബാക്കിയെല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം ആണ് മനസ്സിലാക്കുക. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ടോർക്ക് കൺവേർട്ടർ. ഓക്കെ, നമുക്കിനി വരുന്ന ഭാഗങ്ങൾ നമ്മുടെ ട്രാൻസ്മിഷൻ, നമ്മുടെ എൻജിൻ നമുക്കറിയാം, നമ്മൾ ക്ലച്ച് പഠിച്ചു, ഗിയർ ബോക്സിലെ ടൈപ്സ് പഠിച്ചു, ക്ലച്ചിലെ ടൈപ്സ് പഠിച്ചു.
നമുക്കിനി അടുത്ത് വരുന്ന നമ്മുടെ ആ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റും പിന്നെ യൂണിവേഴ്സൽ ജോയിൻറ്റ് പിന്നെ ഫൈനൽ ഡ്രൈവ് ആയിട്ടുള്ള ഡിഫറൻഷ്യലും പിന്നെ ആക്സിലുമാണ്. ഓക്കെ, നമുക്കത് വഴിയാൻ നോക്കാം. തൽക്കാലം നമ്മൾ ഈ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.